ആത്മയുദ്ധം തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടുകിടക്കുന്ന അതിഭയങ്കരമായ വിഷയമാണ്. ഏത് വിഷയം തിരുവചനത്തിലെടുത്താലും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് എല്ലായിടത്തും റെഫറൻസസ് ഉണ്ട്. അങ്ങനെ നീണ്ടുകിടക്കുന്നൊരു വിഷയമാണ്. നീ ഭൂമിയെ അടക്കി വാഴുക, അല്ലെങ്കിൽ അടക്കി വാഴേണ്ടതിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് തീരുമാനിച്ച അന്ന് മുതൽ നിത്യതയിൽ കർത്താവായി യേശു രാജാവായി അഭിഷേകം ഏൽക്കുകയും കിരീടധാരണം നടക്കുകയും ചെയ്യുന്നതുവരെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള നീണ്ട പുസ്തകം ആത്മയുദ്ധത്തെ ചിത്രീകരിക്കുന്ന ഒന്നാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധികാരികളോടും അത്രേ, ആകാശത്തിൻ്റെ ശക്തികളോടത്രേ എന്നിത്യാദി അർത്ഥം വരുന്ന ഭാഗങ്ങളാണ് അതിനകത്തുള്ളത്. ദയവായി വായിക്കാമോ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സർവ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ഈ ഭാഗത്ത് നാം യുദ്ധം ചെയ്യുന്നത് ആരോടല്ല. ഈ സമയത്ത് നാം യുദ്ധം ചെയ്യുന്നത് ആരോടല്ല എന്നൊരാശയം കാണാം. ആത്മലോകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വിരോധമായി ഒരു വൻ ശക്തി ആത്മമണ്ഡലത്തിൽ പോരാടുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വകയെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ശക്തി എഴുന്നേൽക്കും. വ്യക്തികളെ ഒതുക്കുവാൻ, കുടുംബങ്ങളെ തകർക്കുവാൻ, ഏരിയകളെ നശിപ്പിക്കുവാൻ, സഭകളെ ഇല്ലാതാക്കുവാൻ, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ. വേറൊരാശയത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിനു വേണ്ടി വഴിയൊരുക്കേണ്ടതിന് സാമ്രാജ്യങ്ങൾ മുതൽ പൈശാചിക തേർവാഴ്ചകൾക്ക് അവസരമുണ്ടാക്കേണ്ടതിന് വ്യക്തികൾ വരെ എല്ലാ മണ്ഡലങ്ങളിലും വ്യാപരിച്ചു പോരാടുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ യേശു നമ്മെ വിളിച്ചു നിർത്തി. കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കാലത്തും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു. കർത്താവ് യേശു തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ, ആ വാർത്തയിൽ വിശ്വസിച്ചുകൊണ്ട് ശത്രുവിനോട് പോരാടുവാൻ തയ്യാറാകുന്ന ദൈവ പൈതലേ, ക്രിസ്തുവിൻ രക്തത്തിൽ നമ്മെ മറച്ചുകൊണ്ട് പോരാടുന്നുവെങ്കിൽ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. നമുക്ക് പോരാട്ടമുണ്ട്. ആരോട്? ജഡരക്തങ്ങളോടല്ല. ഞാൻ ആ പോരാട്ടത്തിൻ്റെ ഏതൊക്കെ ലെവലുകൾ വരെ എത്തണമെന്ന് പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ആത്മയുദ്ധത്തിൻ്റെ മുമ്പിലെങ്കിൽ വാഹനങ്ങൾ അപ്രതീക്ഷിതമായി കേടാകുന്നത് കാണാം. ഓടേണ്ട സമയത്ത് വാഹനങ്ങൾ ഓടാതിരിക്കുന്നത് കാണാം. മിഷനറിയുമായി വർക്ക് ചെയ്യുന്നവർ, മിഷ്യൻസുമായി വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ മിഷനറി പെട്ടെന്ന് ഫെയിലാകുന്നത് കാണാം. അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് സമയത്തിന് ആഹാരം ശരിക്ക് പാചകം ചെയ്യാൻ കഴിയാതെ വരുന്നത് മുതൽ അനേക പടികൾ ആത്മയുദ്ധത്തിൽ കാണാം. ആത്മയുദ്ധം പരിചയമില്ലാത്തവർക്കും ആവശ്യമില്ലാത്തവർക്കും ഇത് ആവശ്യമില്ലെങ്കിലും ഒരാത്മീയന് ഇത് അറിഞ്ഞേ മതിയാകൂ. നമുക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. നാം പോരാടുന്നത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് വീണുപോയ ദൂതന്മാരോടാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ എന്നിങ്ങനെ പലതായി അവയെ വേർതിരിച്ച് കാണാം. നമുക്ക് അവരോടാണ് പോരാട്ടമുള്ളത്. അതുകൊണ്ട് നാം തക്ക സമയത്ത് ജയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം ധരിച്ചുകൊള്ളുക. കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ഒരു കൂട്ടം ആയുധവർഗങ്ങളെക്കുറിച്ചും അത് പ്രവർത്തിക്കുന്ന ചില കോട്ടകളെക്കുറിച്ചുമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. ഒരു ഇൻട്രഡക്ഷൻ എന്നതിന് വണ്ണം ഒരു യുദ്ധത്തെക്കുറിച്ചും യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട ചില ആയുധങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വേണം നാം പോരാട്ടം നടത്തേണ്ടത്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയുന്നവരാണ്. ദയവായി വായിക്കാമോ? 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് തിരുവചനം പറയുന്നു. അവൻ്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുരുട്ടുബുദ്ധികളും കുതന്ത്രങ്ങളും.
ആത്മീയ ലോകത്ത് യുദ്ധം ചെയ്യുന്നവർക്ക് ചില ആത്മീക തത്വങ്ങളുണ്ട്. ലോകത്തിൻ്റെ മര്യാദ പ്രകാരം യുദ്ധം ചെയ്യുന്നവർക്ക് ചില യുദ്ധ തത്വങ്ങളുണ്ട്. വാർ ഫുട്ടിങ്ങിൽ വേണം നാം പോകുവാൻ എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. അതൊന്നും തന്ത്രങ്ങൾ എന്ന് പറയുന്നതല്ല, കുതന്ത്രങ്ങളല്ല. പകരം സാത്താൻ യുദ്ധത്തിന് വരുമ്പോൾ അവൻ്റെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കും. എന്നെ എടുത്തു മാറ്റി ഞാൻ അറിയാത്ത ഒരു വഴിയിൽ കൊണ്ട് നിർത്തി അവിടെ വെച്ച് എന്നോട് യുദ്ധം ചെയ്യുവാൻ, എനിക്ക് കഴിവില്ലാത്ത ഒരു മണ്ഡലത്തിൽ എന്നെ നിർത്തി എനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ അനേക കുതന്ത്രങ്ങൾ അവൻ ഉപയോഗിക്കും. അനേക കുതന്ത്രങ്ങൾ. പഴയ കാലത്ത് ദ്വന്ദ്വയുദ്ധങ്ങൾ നടപ്പിലുള്ള നിലവിൽ ആളുകളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൻ ഇടത്തോങ്ങിയാൽ വലത്തെ അടിക്കത്തുള്ളെന്ന്. അവൻ ഇടത്തോങ്ങിയാൽ വലത്തെ അടിക്കത്തുള്ളൂ. കാര്യം എതിരാളിയെ കബളിപ്പിച്ചു ജയമെടുക്കുക. എൻ്റെ ബലം വെളിപ്പെടുത്തുവാനല്ല, എൻ്റെ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുവാൻ. എതിരാളിയെ തന്ത്രപൂർവമായി കീഴടക്കേണ്ടതിന് ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. നാം അത് അറിഞ്ഞേ മതിയാകൂ. നാം ജഡരക്തങ്ങളോട് പോരാടിയിരുന്നെങ്കിൽ നിയമപ്രകാരം പോരാടാമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തൊട്ടതുപോലെ, കുടുംബ പ്രാർത്ഥനയിൽ തൊട്ടതുപോലെ, ഫുട്ബോൾ കോർട്ടിൽ കളിക്കുന്ന വ്യക്തികൾക്ക് എതിരെ വരുന്നയാൾ കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കാര്യം എഴുതപ്പെട്ട നിയമങ്ങൾക്കൊത്തവണ്ണം മാത്രമേ ഒരു ഫുട്ബോൾ കോർട്ടിലെ കളി നടക്കത്തുള്ളൂ. ഒരു വോളിബോൾ കോർട്ടിലെ കളി എഴുതപ്പെട്ട നയത്തിനൊത്തവണ്ണം മാത്രമേ വരത്തുള്ളൂ. റോഡെ ഓടുന്ന വാഹനങ്ങൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കൊത്തവണ്ണം സൈഡ് സൂക്ഷിച്ച് പോകണം. അതാണ് വെയ്പ്പ്. പക്ഷേ നമുക്കെതിരെ നിൽക്കുന്ന എതിരാളി കപടബുദ്ധിക്കാരനാകയാൽ, നമുക്കെതിരെ നിൽക്കുന്ന എതിരാളി അശുദ്ധനാകയാൽ, നമുക്കെതിരെ നിൽക്കുന്ന എതിരാളി വികടരൂപമുള്ള പിശാചാകയാൽ, സാത്താനാകയാൽ അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കും. ആ കാര്യം മറക്കരുത്. കോട്ട് ഓഫ് ഹാൻഡ്, ഞാൻ അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കോട്ട് അൺഅവെയർ, ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിടിപെട്ടുപോയല്ലോ എന്ന് പറയാറുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കണമെങ്കിൽ യുദ്ധപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും. നയം പ്രയോഗിച്ച്, കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജ്യങ്ങൾ യുദ്ധം ചെയ്യാറില്ല. കൂടെ നടക്കുകയും കുതികാലിൽ ചവിട്ടുകയും എന്ന് പറയുന്നത് ചിലരുടെ സ്വഭാവമാണ്. കാര്യം അവരിൽ വ്യാപരിക്കുന്ന ശക്തി വേറൊന്നാണ്. നമുക്ക് പോരാട്ടമുള്ളത് അതുപോലൊരു ശക്തിയോടാണ്. അപ്രകാരം ഒരു ശക്തിയോട് നാം പോരാടുന്നത് കൊണ്ട്, ഒരു പൈശാചിക വ്യാപാരത്തോട് നാം പോരാടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗവും നാം ധരിച്ചേ മതിയാകെയുള്ളൂ. 1 പത്രോസ് 5:8 വായിക്കണമെന്നില്ല, നിങ്ങളുടെ എതിരാളിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണം എന്ന് കണ്ട് നടക്കുന്നത് കൊണ്ട് ഉണർന്നിരിപ്പീൻ, സൂക്ഷ്മതയുള്ളവരായിരിപ്പീൻ. ഏത് ഉറക്കത്തിലും അവൻ അറ്റാക്ക് ചെയ്തെന്ന് വരും. ങ്ങളിൽ അവൻ യുദ്ധത്തിന് വന്നെന്ന് വരും. ആകയാൽ നിങ്ങൾ എല്ലാ സമയത്തും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് ഉറങ്ങാനൊക്കത്തില്ല, ഉണർന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കണം. 2, അവൻ അലറുന്ന സിംഹം എന്നതുപോലെയാണ് വരുന്നത്. അവൻ്റെ ആകെ താല്പര്യം കഴിയുമെങ്കിൽ വൃതന്മാരെ ഉൾപ്പെടെ, അത് യേശുവിൻ്റെ ഒരു വാക്കാണ്, കഴിയുമെങ്കിൽ വൃതന്മാരെ ഉൾപ്പെടെ ആരെ വിഴുങ്ങേണ്ടു എന്നുള്ള ചിന്തയിലാണ് അവൻ വരുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവപൈതലും അറിയണം, നമ്മെ വിഴുങ്ങുവാൻ, നിങ്ങളെ വിഴുങ്ങുവാൻ, സഭയായി നമ്മെ ഒരുമിച്ച് വിഴുങ്ങുവാൻ, വ്യക്തിപരമായി നിങ്ങളിൽ ഓരോരുത്തരെ വിഴുങ്ങുവാൻ അലറുന്ന സിംഹം എന്ന വണ്ണം സാത്താൻ നിങ്ങളുടെ പുറകിലുണ്ട്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പാടുകളിലൂടെ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തും, പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മോട് വ്യക്തിപരമായി ഇടപെടും, നിനക്കെതിരെ ശത്രുവുണ്ട്. ഒരു സഭാ ശുശ്രൂഷകൻ എന്ന സാഹചര്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായ എൻ്റെ സഭയോട് ഇന്ന പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. നടക്കാൻ പ്രായമാകാത്ത കുഞ്ഞ് പതുക്കെ നടന്നു തുടങ്ങുമ്പോൾ സൂക്ഷിച്ചോണേ സൂക്ഷിച്ചോണേ എന്ന് മാതാപിതാക്കൾ പറഞ്ഞ കുഞ്ഞിനെ നടത്താറുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായി വരുന്ന കുഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണേ എന്ന് പറയാറുണ്ട്. മോട്ടോർ സൈക്കിൾ ആദ്യമായി ഓടിച്ചു തുടങ്ങുന്ന, കാർ ആദ്യമായി ഓടിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചോണേ എന്ന് മാതാപിതാക്കൾ പറയാറുണ്ട്. തിരിച്ചാരും എന്നോട് പറയാറില്ല സൂക്ഷിച്ചോണേ എന്ന്, ഞാൻ മക്കളോട് പറയാറുണ്ട് സൂക്ഷിച്ചോണേ എന്ന്. സഭാ ശുശ്രൂഷകൻ എന്ന സാഹചര്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ്, നാം സൂക്ഷിച്ചിരിക്കണം. കാര്യം നമുക്കെതിരെ ഒരു ശത്രുവുണ്ട്, അവൻ ശക്തനാണ്. അലറുന്ന സിംഹം എന്ന വണ്ണം അവൻ വിവക്ഷയോടെ അലറുകയാണ്. ആരെ വിഴുങ്ങണം? എല്ലാവരെയും വിഴുങ്ങുവാനാണ് അവൻ്റെ താല്പര്യം. ആകയാൽ
ദൈവത്തിൻ്റെ സർവായുധവർഗം വേണം. മാത്രമല്ല നാം വിജിലൻ്റായിരിക്കണമെന്ന് ദൈവം പറയുകയാണ്, ദൈവവചനം പറയുകയാണ്. ഇനിയും 2 കൊരിന്ത്യർ 10-4-5 വാക്യങ്ങൾ ദയവായി വായിക്കാമോ? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് എന്ന് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 10-4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, വിശുദ്ധ പൗലോസ് പറയുകയാണ്, സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ തയ്യാറായിരുന്നോണം, ഞങ്ങളും തയ്യാറാ. ഞങ്ങളുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. വിശുദ്ധ പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്നാണ് ഞാൻ ഈ എടുക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നിങ്ങളെ നിർബന്ധിക്കുകയല്ല. ഞങ്ങൾ കടന്നു പോകാത്ത ഒരു പ്രതികൂലത്തിൽ നിങ്ങളിറങ്ങുമെന്ന് പറയുകയല്ല. ഞാൻ പോയ പ്രതികൂലം നിങ്ങൾക്കുമുള്ളതിനാൽ ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾക്കും ജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവനയുടെ പൊതുഭാഗം പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് പോരിൻ്റെ ആയുധങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സർവായുധവർഗം ഞങ്ങൾ ധരിച്ചു, നിങ്ങളത് ധരിക്കണം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, എന്നാൽ കോട്ടകളെ ഇടിക്കുവാൻ അവ ദൈവസന്നിധിയിൽ പര്യാപ്തമാണ്. ഇവിടെയാണ് സ്ട്രോങ് ഹോൾഡ്സ് എന്ന ആശയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഈ മലയാള വേദപുസ്തകത്തിൽ കോട്ടകൾ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ദ സ്ട്രോങ് ഹോൾഡ്സ് എന്ന പദമാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. ദ സ്ട്രോങ് ഹോൾഡ്സ് കോട്ട തന്നെ. പണ്ടുകാലത്തെ ആളുകൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ശത്രു അവരെ അനുഗമിക്കുന്നുവെന്ന് കണ്ടാൽ അവർ കോട്ടയുടെ അകത്ത് കടന്ന് കോട്ടവാതിൽ അടയ്ക്കും. കോട്ടയുടെ അകത്ത് കടന്ന് കോട്ടവാതിൽ അടച്ചാൽ പിന്നെ അതിനകത്ത് കയറി ഒന്നും ചെയ്യുവാൻ ആരെക്കൊണ്ടും ഒക്കത്തില്ല. ഞാൻ പെട്ടെന്ന് ആത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരാശയം, ഞാൻ ഇന്ന് എടുക്കേണ്ട മെസ്സേജ് കഴിഞ്ഞ രാത്രി വരെ ദൈവം എന്നെ ഏൽപ്പിച്ചത് നിശ്ചയമായി കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്കൊന്ന് കയറ്റി പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ആശയങ്ങൾ നേരത്തെ കുറിച്ചു വെക്കുകയും അതിൻ്റെ വാക്യങ്ങൾ തക്ക സമയത്ത് മറന്നു പോകാതിരിക്കേണ്ടതിന്, പ്രായത്തിൻ്റെ പോക്കിൽ അതിനു മുമ്പ് എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു, തക്ക സമയത്ത് മറന്നു പോകാതിരിക്കേണ്ടതിന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും പതിവാണ്. പക്ഷെ ചില ഞായറാഴ്ചകളിൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചില ആശയങ്ങളൂടെ ദൈവം തരും. അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി വരെ ലഭിച്ച ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞായറാഴ്ച രാവിലെ, വ്യത്യസ്തമെന്നല്ല, അതിനോട് സപ്ലിമെൻ്റ് ചെയ്യത്തക്കവണ്ണം ചില ആശയങ്ങളിലൂടെ ഞായറാഴ്ച രാവിലെ കർത്താവ് തരും. ഒരു സമയത്ത് ഞാൻ പവർ പോയിൻ്റ് ഉപയോഗിച്ച് മാത്രം പ്രസംഗിച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒത്തിരിയും കൂടെ ആളുകൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. പക്ഷെ പവർ പോയിൻ്റ് നേരത്തെ തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോൾ ഈ ഞായറാഴ്ച രാവിലെ ഇവിടെ വെച്ച് കിട്ടുന്ന ആശയങ്ങൾ അതിനകത്ത് ചേർക്കാൻ പിന്നെ ഒക്കത്തില്ല സ്റ്റേജിൽ വെച്ച് ചേർക്കാൻ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മാർത്ഥമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് തരാനുള്ള മെസ്സേജ് വെള്ളിയാഴ്ച വൈകിട്ട് തരണേ. ഞായറാഴ്ച ഇവിടെ പ്രസംഗിക്കേണ്ട സന്ദേശം വെള്ളിയാഴ്ച വൈകിട്ട് കിട്ടിയാൽ എനിക്കത് പവർ പോയിൻ്റിലാക്കിക്കൊണ്ടിരാം. എഗെയിൻ ഫെബ്രുവരി 1st വീക്ക് മുതൽ എനിക്ക് തോന്നുന്നത് 2nd വീക്ക് ഒഴിച്ചാൽ ഫെബ്രുവരി 1, 3, 4 ആഴ്ചകളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പവർ പോയിൻ്റ് ഉപയോഗിക്കും എന്ന് കരുതുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച തന്നെ എനിക്ക് മെസ്സേജ് ഇഞ്ഞ് തന്നാൽ ഞാനത് പവർ പോയിൻ്റിലാക്കിക്കൊണ്ട് വരാമല്ലോ. അന്ന് ഉപവസിച്ച് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു വിഷയമുണ്ട്. ഞായറാഴ്ച രാവിലെ ആരൊക്കെയാണ് ആരാധനയ്ക്ക് വരുന്നതെന്നോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിസ്റ്റം ഓൺ ചെയ്തുകൊണ്ട് കേൾക്കുന്നതെന്നോ നേരത്തെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുപോയി. സ്വാതന്ത്ര്യം കൊടുത്തുപോയതുകൊണ്ട് ഒരുത്തൻ വന്നില്ലെന്നിരിക്കും, വേറൊരുത്തൻ ഇടയ്ക്ക് കയറിയെന്നിരിക്കും. ഞായറാഴ്ച രാവിലെ അവൈലബിളായിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള സന്ദേശമാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഓൺ ദ സ്പോട്ട് തരുന്നത്. ഇന്നലെ രാത്രി അല്ല ഇന്ന് രാവിലെ 6 മണി വരെ ലഭിച്ചത് മുഴുവൻ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടാത്ത ഒരാശയം പെട്ടെന്ന് എടുത്തു പറയുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രചോദനം തരുന്നത് കൊണ്ട് ഞാൻ അതുകൂടെ തൊടട്ടെ. ഇസ്രയേലിന് രാജ്യം അവകാശമാക്കി കൊടുത്തതിനെ തുടർന്ന് അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി കനാനിലെത്തിച്ചു. കനാനിലെത്തിച്ച ശേഷം ദൈവം യോശുവായ്ക്ക് കൊടുക്കുന്ന കൽപ്പനകളിൽ ഒന്ന്, അവരുടെ ന്യായാധിപനായിരുന്ന, അവരുടെ സകല ഭരണവും നോക്കി വന്ന, അവർക്ക് ദേശം പകുത്തുകൊടുത്ത യോശുവായോട് ദൈവം പറഞ്ഞു, യോശുവ നീ ചില പട്ടണങ്ങളെ സങ്കേത നഗരങ്ങൾ എന്ന പേരിൽ വേർതിരിക്കണം.
ഞാൻ കോട്ട എന്ന ആശയം തൊട്ടപ്പോഴാണ് ദൈവാത്മാവ് പറഞ്ഞത് ഈ കോട്ട തൊട്ടേച്ച് മുന്നോട്ട് പോകാൻ. എന്ന് പറഞ്ഞാൽ ഈ രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന, അകത്തും പുറത്തുമായി എന്നെ ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ, ഒന്നും രണ്ടും പേരായിരിക്കില്ല, പലരോട് ദൈവത്തിന് ഇടപെടാനുള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത് സങ്കേത നഗരങ്ങൾ. സങ്കേത നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയ ഒരു വ്യക്തിയെ രക്തപ്രതികാരകൻ പുറകെ വന്ന് പിടിക്കും. അബദ്ധവശാൽ ഒരു തെറ്റ് ചെയ്തു പോയ ഒരുത്തനെ പ്രതിയോഗി എതിരെ വന്ന് പിടിക്കും. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത് എനിക്കെതിരെ ഒരു രക്തപ്രതികാരകനുണ്ട്, എന്നെ കൊന്നുകളയാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് ഞാൻ തന്നെ നിർമ്മിച്ചതായി ഒരു കോട്ടയില്ല, കിടങ്ങില്ല. ഞാൻ തന്നെ നിർമ്മിച്ച ഒരു ട്രഞ്ച് എനിക്കില്ല ചാടി രക്ഷപ്പെടുവാൻ. ഞാൻ തന്നെ നിർമ്മിച്ചതായ ഒരു കോട്ട എനിക്കില്ല. ഞാൻ അശക്തനായ ഒരു മനുഷ്യനാണ്. അബദ്ധത്തിന് എൻ്റെ കയ്യിൽ നിന്നൊരു അപകടം വന്നുപോയി. ഞാൻ എന്തു വേണം, എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നവന് വന്ന് ഒളിച്ചിരിക്കേണ്ടതിന് നേരത്തെ തന്നെ നീ ചില സങ്കേത നഗരങ്ങൾ ഉണ്ടാക്കണം. പ്രൈസ് ദ ലോർഡ്. വളരെ ഗൗരവമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഞാൻ പ്രതിസന്ധിയുടെ മുമ്പിലായി, നേരത്തെ പ്രതീക്ഷിച്ചതല്ല എന്ന് വിചാരിച്ച് ഓടുന്ന ചിലരോട് ദൈവത്തിന് ഈ പകൽ അറിയിക്കാനുണ്ട്. നിങ്ങൾ ഭൂമിയുടെ എവിടെ ഇരുന്നത് കേട്ടാലും ഇന്ന് പകൽ അറിയിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണം യോശുവായിക്ക് ലഭിച്ച ഉത്തരവിനൊത്തവണ്ണം സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ സങ്കേത നഗരങ്ങൾ തീരുമാനിക്കണം. ഇസ്രായേലിലെ സങ്കേത നഗരങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. ഹെബ്രോൻ അതിൽ ഒന്നായിരുന്നു. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹെബ്രോൻ അതിൽ ഒന്നായിരുന്നു. ഈ സങ്കേത നഗരങ്ങളുടെ ചുറ്റും കോട്ടയുണ്ട്, വേലിയുണ്ട്. മാത്രമല്ല സങ്കേത നഗരങ്ങളുടെ ഗേറ്റിൻ്റെ അടുക്കൽ ഒരു ഗേറ്റ് കീപ്പറുണ്ട്. ആരെങ്കിലും ഒരുത്തൻ ജീവനെ ഭയന്ന് വെളിയിൽ നിന്ന് ഓടി വരുന്നത് കണ്ടാൽ അവനോട് ഒരു പാസും ചോദിക്കത്തില്ല, അവനോട് നീ എവിടുത്തുകാരനെന്ന് ചോദിക്കത്തില്ല. അവൻ്റെ ഓട്ടം കണ്ടുകൊണ്ട് സങ്കേത നഗരത്തിൻ്റെ കാവൽക്കാരൻ അവൻ്റെ ആവശ്യം അസസ് ചെയ്യുകയും അവന് വേണ്ടി സങ്കേത നഗരത്തിൽ തുറന്നു കൊടുക്കുകയും ചെയ്യും. അവൻ അകത്ത് കയറിയാൽ സങ്കേത നഗരം തിരിച്ചടയ്ക്കും. പുറകെ ഓടിച്ചുകൊണ്ട് വരുന്നവൻ അകത്ത് കയറാനൊക്കത്തില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ജീവഭയത്തിൽ നിലനിൽക്കുന്ന ചിലത്, ഇന്ന് പകൽ പ്രശ്നങ്ങളുടെ നടുവിൽ ആര് വിടുവിക്കുമെന്ന് ചോദിക്കുന്ന ചിലരോട് കർത്താവിന് ഇടപെടുവാനുണ്ട്. ഒരു സങ്കേത നഗരം, ഒരു സങ്കേത നഗരം, ഒരു സങ്കേത നഗരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഓ ഗോഡ്, എനിക്ക് അതുവഴി തിരിയുവാൻ ആശയുണ്ട്. കാരണം പരിശുദ്ധാത്മാവെന്നെ അത് ഏൽപ്പിക്കുന്നു. ഞാൻ എഴുതി കുറിച്ചു കൊണ്ടുവന്ന പലതിനും വെളിയിലായി സങ്കേത നഗരത്തെ തൊടുവാൻ പരിശുദ്ധാത്മാവെന്നെ ഹേമിക്കുന്നത് കൊണ്ട് ഞാൻ ആ സങ്കേത നഗരത്തെ ഒന്നുകൂടെ തൊടട്ടെ. ഞാൻ ഒരുത്തനെ അബദ്ധവശാൽ കൊന്നുപോയി എന്നിരിക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ചില്ല, കളിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ മരിച്ചുപോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല, എങ്ങനെയോ ദേഷ്യം വന്ന് ഒരുത്തനെ അടിച്ചുപോയി, അവൻ ചത്തുപോയി. മരിക്കാൻ വേണ്ടി അടിച്ചതല്ല, കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാ. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് ഒക്കത്തില്ല. രക്തപ്രതികാരകൻ പിടിച്ചു കൊല്ലും. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പോയാൽ പിടിച്ചു കൊല്ലും. ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാതെ സംഭവിച്ചു പോയ തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ മേൽ ഒരുത്തൻ പഴിചാരിയതാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പോകുന്ന വഴിയിൽ ഒരു മരണം നടന്നു, തണ്ട് ഞാൻ കൊന്നതാണെന്നും പറഞ്ഞ് ആരണ്ട് എന്നെ കയറി പിടിച്ചു. അവിടെ നിന്ന് ആർഗ്യൂ ചെയ്താൽ രക്ഷപ്പെടത്തില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ജീവനും കൊണ്ട് ഓടുക സങ്കേത നഗരത്തിന് നേരെ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഓട്ടം കാണുമ്പോൾ അടുത്തു വരുമ്പോഴേ ഞാൻ കാവൽക്കാരനോട് വിളിച്ചു പറയും, രക്തപ്രതികാരകൻ എൻ്റെ പുറകെ വരുന്നു, എനിക്ക് വേണ്ടി തുറക്കേണം. സങ്കേത നഗരത്തിൻ്റെ കാവൽക്കാരൻ ഉടനെ എനിക്ക് വേണ്ടി തുറന്നു. ഞാൻ കയറുകയും അവൻ വാതിലടയ്ക്കുകയുമാ. പുറകെ വരുന്നവരെ അകത്ത് കയറുവാൻ അനുവദിക്കുകയില്ല. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ പ്രശ്നവുമായി ഭയന്നിരിക്കുന്ന ചിലർക്ക് വേണ്ടി തുറക്കപ്പെട്ട യേശുവാണ് എൻ്റെ സങ്കേത നഗരമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ അവിടെ നിന്ന് മാറട്ടെ. അതെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ യേശുവിൽ ഒന്ന് കയറുമെങ്കിൽ, ഈ യേശുവിൽ ഒന്ന് അഭയം തേടുമെങ്കിൽ, ഐ ഡിക്ലെയർ ഫ്രീഡം. ആമേൻ. ഓ ഗോഡ്, ചില മിനിറ്റുകളിലൂടെ ഞാൻ മുൻപോട്ട് പോകട്ടെ. അതേ ഭാഗത്ത് തന്നെ ചില മിനിറ്റുകളിലൂടെ ഞാൻ മുൻപോട്ട് പോകട്ടെ. കോടതി എന്നെ വിസ്താരത്തിന് വിളിച്ചു. സങ്കേത നഗരത്തിനകത്ത് കയറിയത് കൊണ്ട് കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടത്തില്ലെന്നല്ല പറഞ്ഞത്. അകാരണമായി ശിക്ഷിക്കപ്പെടത്തില്ല, അകാരണമായി ശിക്ഷിക്കപ്പെടത്തില്ല. സങ്കേത നഗരത്തിന് അകത്ത് കയറി തെളിവുകൾ അന്വേഷിക്കുവാൻ തുടങ്ങി.
കോടതി 1 ദിവസം കൂടി, 2 ദിവസം കൂടി, 3 ദിവസം കൂടി, 10 ദിവസം കൂടി അനുകൂലമോ പ്രതികൂലമോ ആയ തെളിവുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്തതിനാൽ പിന്നെയും കേസ് മുൻപോട്ട് പോകുകയാ. ഇന്ന് പകൽ ഇഴഞ്ഞു നീങ്ങുന്ന പ്രശ്നവുമായി സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ, തക്ക സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ കഴിയാതെ ഇഴഞ്ഞു നീളുന്ന പ്രശ്നങ്ങളുമായി മുന്നോട്ട് മാറുന്നവർ ദയവായി ശ്രദ്ധിച്ചാലും, യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ നിവർത്തിയായി എന്നൊരു പദം വിളിച്ചു. ഈ പകൽ പ്രതിസന്ധികളുടെ നടുവിൽ ഓടി നടക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ മഹാപുരോഹിതൻ മരിച്ചു, നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞ് സെറ്റ് ഫ്രീ. താങ്കൾക്ക് സ്വതന്ത്രമാകാം, താങ്കൾക്ക് സ്വതന്ത്രമാകാം. സകല കോടതികളും പൂട്ടി, സകല കോടതികളും നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് നിർത്തി, സകല എതിരാളിയും നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നവൻ ആയുധം വെച്ചു. കാരണം എന്തെന്നാൽ, എന്നെ സ്വതന്ത്രമാക്കുന്ന ആ സങ്കേത നഗരത്തിൽ ഞാൻ കയറി. പിശാചിനും ചില കോട്ടകളുണ്ട്, പിശാചിനും ചില കോട്ടകളുണ്ട്, അവൻ്റെ സങ്കേത നഗരങ്ങൾ. ഈ കോട്ടകളെക്കുറിച്ച് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ പര്യാപ്തമാണ്. ദയവായി വായിച്ചാട്ട വാക്യം 4-5. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ഞങ്ങൾ ആദ്യം ഇടിക്കുന്നത് എന്തുവാ? സ്ട്രോങ് ഹോൾസ് ആണ് ഇടിക്കുന്നത്. പിശാചിന്റെ കോട്ടയാണ് ഇടിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കോട്ട ഇവിടെ എടുത്തു പറയുന്നത് സങ്കല്പങ്ങൾ. ഒരു ദൈവപൈതൽ ജീവിതത്തിൽ വളരാതിരിക്കേണ്ടതിന് സങ്കല്പങ്ങൾ മനുഷ്യന്റെ അകത്ത് കൊണ്ടിടുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. സങ്കല്പങ്ങൾ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരാശയം, ഒരു ഉദാഹരണം ഒന്നുകൂടെ പറയാം. 2 സ്നേഹിതർ തമ്മിൽ വളരെ സ്നേഹമായി ഒരുമിച്ച് പോവുകയായിരുന്നു. ഇവരെ തമ്മിലൊന്ന് തല്ലിക്കണമെന്ന് മൂന്നാമതൊരുത്തൻ അങ്ങ് തോന്നി. 2 പേര് ഒരുമിച്ച് പോകുമ്പോൾ ഈ മൂന്നാമൻ അതിൽ ഒരാളിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ആരോ ഒരുത്തനെ ഓടിച്ചെന്നു. അവൻ്റെ ചെവിയിലോട്ട് പറഞ്ഞ് ആരോടും പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞവൻ ഓടിക്കളഞ്ഞു. ആരോടും പറയരുതെന്ന് പറഞ്ഞു വന്നവൻ ഓടിക്കളഞ്ഞു. ഇവനിങ്ങനെ നിന്ന് നോക്കി, ഇതെന്തൊരു കളിയെ, എന്തോ ആരോടും പറയരുതാത്തതാ, അവൻ എന്തോ പറയാൻ വന്ന്, അവൻ എന്താ ഓടിയത്, ഒരു പിടിയില്ല. അപ്പം മറ്റേ സ്നേഹിതൻ ചോദിച്ചു, എന്തോടാ അവൻ പറഞ്ഞ്? അല്ല, ആരോടും പറയരുതെന്നാ പറഞ്ഞേ. അപ്പം മറ്റേ സ്നേഹിതൻ, എന്നാലും എന്നോട് പറയാൻ വയ്യടാ. ആരോടും പറയരുതെന്ന് അവൻ പറഞ്ഞു. നമ്മളല്ലേ കൂട്ടുകാരൻ, നിനക്ക് എന്നോട് പറഞ്ഞുകൂടെ? ചേടാ, അവൻ പറഞ്ഞത് ആരോടും പറയരുതെന്നാ. അതാ ഞാൻ ചോദിച്ചത്, എന്നോട് നീ ഒളിച്ചു വെക്കണോ? പറയടാ. അല്ലെന്ന് അവനൊന്നും പറഞ്ഞില്ലെന്ന്. ആണ്ട് കിടക്കുന്നു. അവർ തമ്മിൽ അടി വീഴാൻ അത് മതിയായിരുന്നു. ഒരുത്തൻ്റെ അകത്തേക്ക് ഒരു സങ്കല്പം ഇഞ്ചക്ട് ചെയ്തു. നമ്മിൽ പലരുടെയും ഉള്ളിലേക്ക് സങ്കല്പങ്ങളെ ഇഴച്ചു കയറ്റുവാൻ എനിക്കൊരു തോന്നൽ, ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ മതി, പെർഫെക്റ്റ്, ഒരു തോന്നൽ. അവനെ പിന്നെ പണിതെടുക്കാൻ എളുപ്പമല്ല ഈ സങ്കല്പം ഇടിക്കുന്നത് വരെ. ഇന്നയാൾ ശരിയല്ല, ഒരു തോന്നൽ തീർന്നു, പിന്നെ അവനെ പണിതെടുക്കാൻ എളുപ്പമല്ല. ഭാര്യാഭർത്താക്കന്മാർ, വിവാഹിതരായവർ, ഞാൻ ഒത്തിരി വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, ദിവസങ്ങൾക്കകം സംശയത്തിൻ്റെ പുറത്ത് പിരിഞ്ഞ കേസസ് എനിക്കറിയാം സ്ഥിരമായി. എത്ര ശ്രമിച്ചിട്ടും അവരെ തിരിച്ചു ചേർക്കുവാൻ കഴിയാതെ ആരോ ഒരുവൻ പറഞ്ഞുണ്ടാക്കിയ ഒരു അപവാദത്തിൻ്റെ പദം ഭർത്താവ് വിശ്വസിച്ചതിനാൽ തേണ്ട സങ്കല്പങ്ങളുടെ പുറത്ത് തകർന്ന ഒരു കുടുംബത്തെ വ്യക്തിപരമായി അറിയാം. ഇന്നും ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിലുള്ളവരെ ഞാൻ കാണാറുണ്ട്. ആ പ്രശ്നം പറഞ്ഞു തീർക്കാനാവുന്നത് ശ്രമിച്ചു. സകലർക്കും, ആ ഭർത്താവിന് ഒരുവൻ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും അറിയാം ഇത് കേവലം സങ്കല്പമാണ്, അതിനകത്ത് വേറൊന്നുമില്ല. സഭയെക്കുറിച്ച് ഒരു ദോഷമായ സങ്കല്പം ഒരുവൻ്റെ അകത്ത് കയറിയാൽ അതിനുവേണ്ടി പിശാച് വളരെ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. എവിടെയും ഒരു സഭയെ പൊളിക്കേണ്ടതിന് വേണ്ടി തെറ്റായ സങ്കല്പങ്ങൾ അകത്ത് കയറ്റുവാൻ തെളിവുണ്ടോ? ഇല്ല. പിന്നെ സങ്കല്പങ്ങൾ പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡാണെന്ന് മറക്കരുത്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ശക്തമാണ്. ആ ശക്തമായ ആയുധങ്ങളാൽ ഞങ്ങൾ ഒന്നാമതായി എതിർത്ത് നിൽക്കുന്നത് സങ്കല്പങ്ങൾ. 2, ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം സംസാരിച്ചു, അതിന് വിരോധമായ ഒരു ഉയർച്ച എൻ്റെ മനസ്സിൽ നിന്ന് ഉയരുകയാണ്. ആ ദൈവവചനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ച സാത്താൻ കെട്ടുന്ന സ്ട്രോങ് ഹോൾഡാണ്. ഇതെൻ്റെ അകത്തുള്ളിടത്തോളം കാലം ദൈവത്തിനെ ഉപയോഗിപ്പാൻ കഴിയാതെ പിശാചിൻ്റെ യുദ്ധത്തിനകത്ത് ഞാൻ തളർന്നു പോകും, ഞാൻ വീണു പോകും.
എഗെയിൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ആത്മയുദ്ധം എന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചുദാഹരണം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത്, ആ പഴയ കാലത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിനെ ജയിക്കുവാൻ നിവൃത്തിയില്ല എന്ന് കണ്ട ഒരു രാജാവ് കുറേ വവ്വാലുകളെ പിടിച്ചുകൊണ്ടുവരുവാൻ പട്ടാളത്തെ നിയോഗിച്ചു. വനത്തിൽ നിന്ന് അവർ ഒരുപാട് വവ്വാലുകളെ കൊണ്ടുവന്നു. വവ്വാലുകളെല്ലാം കൂടെ ഒറ്റ മരത്തെ പോയി തൂങ്ങും, അവിടുന്ന് പിടിക്കാൻ സാധിക്കും. അങ്ങനെ വവ്വാലുകളെ കൊണ്ടുവന്നു. ആ വവ്വാലുകളുടെ ചിറകിൻ്റെ കീഴിൽ ചെറിയ ബോംബ് വെച്ചു. ചെറിയ ബോംബ്, ഉദ്ദേശിക്കുന്ന സമയത്ത് തീപിടിപ്പിക്കുവാൻ കഴിയുന്ന കൊച്ചു ബോംബുകൾ വവ്വാലുകളുടെ ചിറകിൻ്റെ അടിയിൽ വെച്ച് കെട്ടി ശത്രുവിൻ്റെ പാളയത്തിലേക്ക് ഈ വവ്വാലുകളെ വിട്ടു. വവ്വാലിനൊരു പ്രത്യേകതയുണ്ട്. പകൽ വെളിച്ചം കണ്ടാൽ ഈ പുള്ളികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഓരോ വവ്വാലും ഓരോ ടെൻറ്റുകളുടെ അകത്ത്, ബെഡിൻ്റെ കീഴിലും പെട്ടിയുടെ കീഴിലും ഇരുളുള്ളിടത്തൊക്കെ കയറിയിരുന്നു. വവ്വാലുകൾ ഇരിപ്പുറച്ചപ്പോൾ ഒരേ സമയത്ത് ഒറ്റ പൊട്ടിത്തെറിയാണ്. ശത്രുവിൻ്റെ പാളയം മൊത്തം പൊട്ടിത്തെറിച്ചു. ശത്രുവിൻ്റെ പാളയത്തിൻ്റെ അകത്ത് രഹസ്യ സങ്കേതങ്ങളുടെ ഉള്ളിൽ ബോംബുകൾ പാകേണ്ടതിനാണ് വവ്വാലുകളെ ഉപയോഗിച്ചത്. ദുഷ്പ്രചരണത്തിൻ്റെ വാർത്തകൾ, അനാവശ്യമായ സംസാരങ്ങൾ, വിടക്കായ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് പാകി ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ ഒരുമിച്ച് നശിപ്പിക്കുന്ന സ്ട്രോങ് ഹോൾസ്, ക്രിസ്തുവിന് വിരോധമായ ഉയർച്ചയും നമ്മുടെ അകത്തു വരുന്ന ചില തെറ്റിദ്ധാരണകളും പിശാചിൻ്റെ ഇരിപ്പിടങ്ങളെന്ന്, സ്ട്രോങ് ഹോൾസ് എന്ന് തിരിച്ചറിഞ്ഞ് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് ഈ വിചാരങ്ങളെ, നിരൂപണങ്ങളെ ഇടിക്കുകയാണ്. ഞാനും അത് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ സഭ എന്ന സ്ഥാനത്ത് നിൽക്കേണ്ടതിന് ഞാനും ഇത് ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. സങ്കല്പങ്ങളെയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായ ഉയരുന്ന എല്ലാ ചിന്തകളെയും ഇടിച്ചു കളയുക. എഫെസ്യ ലേഖനം 4:30 ദയവായി വായിക്കാം. നമ്മുടെ അകത്തോട്ട് കയറാൻ പോകുകയാണ്. ഏറ്റവും പ്രധാനമായ സ്ട്രോങ് ഹോൾഡ്സ്, ഏറ്റവും പ്രധാനമായ സ്ട്രോങ് ഹോൾഡ് എഫെസ്യർ 4:30 എന്ന് കാണാം. ദയവായി വായിച്ചാലും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവം ഏറ്റവും നീചമായി എണ്ണുന്നതും വെറുക്കുന്നതും ക്ഷമിക്കപ്പെടാത്തതെന്ന് പല പ്രാവശ്യം ആവർത്തിച്ചതും ക്ഷമിക്കുകയില്ല എന്ന് യേശുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞതുമായ ഒരു ഏരിയയാണിത്. നമ്പർ 1, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടത്. ആത്മാവിനാൽ മുദ്രയിടപ്പെടാത്തവന് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും കാര്യമില്ല. അവന് പരിശുദ്ധാത്മാവിനെ നിന്ദിക്കാം, ആത്മീയനെ നിന്ദിക്കാം, ആത്മപ്രമാണങ്ങൾ നിർമ്മിക്കാം. പലപ്പോഴും ഞാൻ ഇരുന്ന് വിശദീകരണങ്ങൾ തേടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുള്ള ഒരു 100 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത് എന്നുള്ള ആശയം ചിന്തിക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം എൻ്റെ അകത്ത് തന്നിട്ടുള്ള ഒരു ഏരിയയാണ് അനന്യാസിൻ്റെയും സഫീറയുടെയും ഏരിയ. എനിക്ക് സത്യമായി അറിഞ്ഞുകൂടാ അവർ പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാണ് പാപം ചെയ്തതെന്ന്. പക്ഷെ പത്രോസ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു? പരിശുദ്ധാത്മാവ് നടത്തിയതിനാൽ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രമാണികൾ അവരുടെ സഭയിൽ ഒരു നിയമം കൊണ്ടുവന്നു. ആത്മനടത്തിപ്പിലാണ്. അവർ ചേർന്ന് ആലോചിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അന്നത്തെ സാഹചര്യത്തിൽ എടുത്തൊരു നിയമമാണ്. തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് പൊതുവക എന്ന് എണ്ണണം, ഉള്ളതെല്ലാം വിൽക്കണം. ഞാൻ ഉള്ളതെല്ലാം വിറ്റ് പൊതുവക എന്ന് എണ്ണുക എന്ന് പറഞ്ഞപ്പോൾ വേറൊരു വാചകം ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോകുകയാണ്. ക്രിസ്ത്യ വിഭാഗത്തിൽ പെന്തക്കോസ് മണ്ഡലത്തിൽ ചിലരുണ്ട്, എല്ലാം വിറ്റേച്ചു വരണം, എല്ലാം വിട്ടേച്ചു വരണം എന്ന് പറയുന്നവർ. യേശുവിൻ്റെ ഒരു വാചകത്തിൽ നിങ്ങൾക്കുള്ള സകലതും വിട്ട് നിങ്ങൾ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പത്രോസ് യേശുവിനോട് പറയുമ്പോൾ ഞങ്ങൾക്കുള്ളതെല്ലാം വിട്ട് അങ്ങേ അനുഗമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആ കാര്യമല്ല പറയുന്നത്, വിറ്റ് കൊടുത്ത കാര്യമാണ്. ഞങ്ങൾ സകലതും വിട്ടു വന്നവരാന്ന് പറയുന്ന പലരും വിറ്റേച്ചു വന്നവരാ. ഞാനിപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയുന്ന സംഗതി മനസ്സിലാകാൻ വേണ്ടി, ഞങ്ങൾ സകലതും വിട്ടവരാണ് എന്ന് പറയുന്നതിൽ പലരും വിട്ടവരല്ല, വിറ്റവരാ. കാര്യം ആ സമ്പാദ്യം അവരുടെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കുള്ളതൊക്കെയും അവരവർക്കുള്ള വസ്തുക്കൾ വിറ്റ്, അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കണം, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുക. അത് അന്നത്തെ സഭ എടുത്ത ഒരു നടപടിയാണ്, ഒരു നിയമമാണ്. ഇപ്രകാരം ഒരു നിയമത്തിൻ്റെ മുമ്പിൽ അനന്യാസും സഫീറയും മനുഷ്യനെ വഞ്ചിക്കാൻ ശ്രമിച്ചു. അതായത് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ തീരുമാനിച്ചു. ഒറ്റ നോട്ടത്തിൽ അവർ പറഞ്ഞു, ആത്മാവ് സഭയ്ക്ക് തന്ന നിയമത്തിന് ഞങ്ങൾ കീഴടങ്ങുന്നു.
പക്ഷെ പ്രായോഗികമായി അവർ പറഞ്ഞു, ഞങ്ങളുടെ ബുദ്ധിയായിരിക്കും ആത്മാവിൻ്റെ ചിന്തയേക്കാൾ ഞങ്ങൾക്ക് വലുത്. ആത്മാവിൻ്റെ ചിന്തയ്ക്ക്, ആത്മാവിൻ്റെ പ്രോത്സാഹനത്തിന് ഞങ്ങൾ കീഴടങ്ങുന്നുവെന്ന് പുറമേ പ്രസ്താവിക്കുകയും ജീവിത അനുഭവത്തിൽ അവരുടെ ബുദ്ധിക്ക് പ്രധാന സ്ഥാനം കൊടുക്കുകയും ചെയ്ത് വസ്തുവിൽ കുറെ എടുത്ത് വിറ്റ് കിട്ടിയ പണത്തിൽ കുറെ മാറ്റി വെച്ചേച്ച് അത് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്താതെ തേണ്ട മുഴുവനും എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജം പറയുവാൻ നിങ്ങൾ എന്തുകൊണ്ട് ഒത്തുചേർന്നുവെന്ന് പത്രോസ് ചോദിക്കുകയും അന്ന് പകൽ തന്നെ രണ്ടുപേരുടെയും ശവക്കുഴി മാന്തുകയും ചെയ്തു. പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് എടുത്തു വരികയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം ചെയ്യരുത്, പരിശുദ്ധാത്മാവിനോട് ദുഃഖിപ്പിക്കരുത്. അവനാലത്രേ നാം വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടത്. വീണ്ടെടുപ്പിൻ്റെ ധൈര്യമില്ലാത്തവരും അല്ലെങ്കിൽ വ്യാജമായൊരു ധൈര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ആത്മാവിൻ്റെ മുദ്രയില്ലാത്തവരുമായവർ ആത്മാവിനെയും ആത്മീയനെയും ആത്മപ്രവർത്തനത്തെയും ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന് പകൽ ഭയത്തോടെ ആത്മീയൻ ചെവിക്കൊള്ളേണ്ട ഒന്നുണ്ട്: പരിശുദ്ധാത്മാവിനെതിരായുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. യേശു പറഞ്ഞ് മനുഷ്യപുത്രന് വിരോധമായി പറയുന്നത് വരെ ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് വിരോധമായ യാതൊരു ദൂഷണവും ക്ഷമിക്കപ്പെടുകയില്ല. ഏറ്റവും പ്രധാനമായ സ്ട്രോങ് ഹോൾഡ്സ് ആത്മാവിനെതിരെ സംസാരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും ആന്റി ക്രിസ്ത്യൻ ഗൗരവമായി മനസ്സിലാക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ നിഷേധിക്കുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഇയാൾ സംസാരിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്നാണോ അല്ലയോ എന്നറിയാൻ വയ്യാത്ത പ്രവചന പദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സ്ട്രോങ് ഹോൾഡ്സ് താഴോട്ട് എടുത്തു വരുമ്പോൾ ആ ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ പോയേക്കും. ഇന്ന് ഒക്കുമോ എന്നറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവിൽ നിന്നല്ലാത്ത ആലോചനകൾ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ പഞ്ചാബിലായിരുന്ന സമയത്ത് അവിടുത്തെ സഭയുടെ രൂപീകരണം നടക്കുമ്പോൾ 10-30 വർഷങ്ങൾ സഭകളിൽ ശുശ്രൂഷിച്ച് പരിചയമുള്ള ഒരു ദൈവദാസൻ എനിക്കൊരു വാക്ക് പറഞ്ഞു തന്നു. മോനെ, കേരളത്തിൽ ഓല കെട്ടിയ പുരകൾ പണ്ടുണ്ടായിരുന്നു. ആ ഓല മെടയുമ്പോൾ ചില ഓലയുടെ കാല് ബലക്ഷയമുള്ളതായിരിക്കും, ഓലയുടെ ആ കൊച്ചു ഓലക്കാല് ബലക്ഷയമുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ബലമുള്ള ഒരു ഓലക്കാലെടുത്ത് തിരികെ കയറ്റുക എന്നൊരു പരിപാടിയുണ്ട്. ഓല മെടഞ്ഞിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാവും. തിരികെ കയറ്റുക എന്നൊരു പരിപാടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഏത് പ്രസംഗത്തിലും നമുക്ക് പറയാനുള്ളതെല്ലാം തിരികെ കയറ്റിയേക്കണമെന്ന് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ഒരിക്കലേ ട്രൈ ചെയ്തുള്ള അന്ന് നിർത്തി, കർത്താവേ മേലാലില്ല എന്ന് തീരുമാനിച്ചു. തിരികെ കയറ്റി പറയുന്ന കാര്യം അല്ല ഞാൻ പറഞ്ഞത്. പലരും തിരികെ കയറ്റി പലതും പറയാറുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് പറവാനുള്ളത് കേൾക്കുന്നവർക്കറിയാം. ചിലത് തിരികിയതാണോ എന്നൊരു സംശയവും വരും, ചിലത് തിരികെ കയറ്റിയതാണോ എന്നൊരു സംശയം വരും. ഇന്നുവരെ ഞാൻ ആരുടെയും മുമ്പിൽ അത് ഞാൻ സംശയിക്കുന്നു എന്ന് പറയാറില്ല. കാരണം അഥവാ ദൈവത്തിങ്കിൽ നിന്നാണെങ്കിൽ അത് തെളിയുന്നത് വരെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യാൻ പാടില്ല. അതേസമയം പ്രവചന ശുശ്രൂഷയും ദർശനങ്ങളും എടുക്കുന്നവർ ശ്രദ്ധിച്ചോണം. തിരികെ കയറ്റുന്നത് പിശാചിൻ്റെ വേറെ ഒരു ഭയങ്കര സ്ട്രോങ് ഹോൾഡാണ്. അവനെയൊന്നും പിന്നെ നേരെയാക്കി എടുക്കാൻ ഒക്കുകയില്ല. അവൻ അതോടെ അങ്ങ് തകരും. ചില പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട് പാസ്റ്ററെ, ദയവായി ഒന്ന് പറഞ്ഞു തീർക്കണം. ഞങ്ങളുടെ മോടെ വിവാഹം കഴിഞ്ഞ വീട്ടിൽ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദയവായി ഒന്ന് പറഞ്ഞു തീർക്കണം. അപ്പം ഞാൻ പറയാനുണ്ട്, നിശ്ചയമായി ഞാൻ അവരെ വിളിപ്പിക്കാം. ഈ കംപ്ലൈൻറ്റ് പറഞ്ഞ ആളും കൂടെ വരാമേ. നമുക്ക് അയ്യോ ഞാൻ പറഞ്ഞു എന്ന് ലോകത്തിലാരും അറിയരുത്. ഞാൻ പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞത്? അല്ല, ദൈവം കാണിച്ചാൽ നിങ്ങൾ പറഞ്ഞേക്ക്. അതിന് വേറെ ചെകുത്തന്മാരെ വല്ലതും അന്വേഷിക്കണം. എമേവറീസിനെ പറ്റുകയില്ല. അത് തന്നെ വലിയൊരു സ്ട്രോങ് ഹോൾഡാണ് തിരികെ കയറ്റുന്നത്. പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം, ആത്മാവിനെ വിശ്വസിക്കാതെ വരുന്നത്, ആത്മാവിനെ അപമാനിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രോങ് ഹോൾഡ് എഫെസ്യ ലേഖനം 6:16, എഫെസ്യ ലേഖനം 6:16, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയം എടുത്തുകൊള്ളുവീൻ. ദുഷ്ടന്റെ തീയമ്പ് വായിക്കാമോ? എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. സർവായുധങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് വിശ്വാസം എന്ന പരിച. അവിടെ ആ പദത്തിൽ എല്ലാറ്റിനും മീതെ പല ആയുധങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. തലയിൽ ശിരസ്ത്രം മുതൽ പാദത്തിങ്കൽ ചെരുപ്പ് വരെ, ആത്മാവിൻ്റെ വാൾ കയ്യിലെടുക്കുന്നത് ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് എല്ലാറ്റിനും മീതെ
ഈ യുദ്ധ ആയുധങ്ങളിൽ എല്ലാറ്റിൻ്റെ മീതെ ഡിഫൻസീവായ ഒരു ആയുധമാണ് വിശ്വാസം എന്ന ആയുധം എടുക്കുക. ആ വിശ്വാസം കൊണ്ട് എല്ലാറ്റിനും മീതെ ഈ ആയുധം എടുക്കുവാൻ കാര്യം പിശാചിൻ്റെ സ്ട്രോങ് ഹോൾസിൻ്റെ മീതെ ഉള്ള ഒരു സ്ട്രോങ് ഹോൾഡാണ് തീയമ്പയക്കുക. തീയമ്പയക്കുക ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. വ്യക്തമായൊരു ലക്ഷ്യമില്ലാതെ തീയമ്പ് എന്നതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല ഉപദേശിമാർ പലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെബ്സൈറ്റുകളിൽ ഇൻ്റർനെറ്റുകളിൽ തപ്പാവുന്നതിൻ്റെ പരമാവധി തപ്പിയിട്ട് കൂടുതൽ ആളുകളുടെ ആശയം ഞാൻ പറഞ്ഞിരുന്ന ആശയം തന്നെയാണ്. ഒരമ്പെടുത്ത് അതിൻ്റെ പുറകിൽ കുറേ തുണി ചുറ്റി, ആ തുണി വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ സോക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും വസ്തുക്കൾ അമ്പിൻ്റെ പുറകിൽ വെച്ച് അത് ഒരു എണ്ണയിൽ മുക്കി അത് തീ കത്തിച്ച് തീ കത്തുന്ന അവസ്ഥയിൽ അമ്പ് എയ്ത് വിടുക. അതിനെക്കുറിച്ചൊരു വിശദീകരണം പറഞ്ഞിരിക്കുന്നത്, തീ കത്തുന്ന അമ്പിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്നതായ എക്സ്ട്രാ ഐറ്റം ഇതൊക്കെ കാരണം ഒരിക്കലും ഉന്നത്തിലേക്ക് പോകത്തില്ല. ഒരു രോമത്തിന് പോലും പിഴയ്ക്കാതെ എയ്യുവാൻ കഴിയുന്നവരുണ്ട് അമ്പും വില്ലും ഉപയോഗിക്കുന്ന കാലത്ത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു തൂണിനെ വ്യക്തമായി ലക്ഷ്യമാക്കി അതിലെ ഒരു പോയിന്റ് ഇട്ട് ആ പോയിന്റിനെ ലക്ഷ്യമാക്കി ഒരു അമ്പ് ചെയ്താൽ കൃത്യം ആ പോയിന്റിൽ ചെന്ന് കൊള്ളും. അതാണ് യുദ്ധവീരൻ. പക്ഷെ തീയമ്പിൻ്റെ ദോഷം, തീ കത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ആ ഉന്നത്തി പോകത്തില്ല, ഒരിക്കലും അത് അവിടെ പോകത്തില്ല, എൻ്റെ അടുത്തെവിടെങ്കിലും പോയി വീഴും. തീയമ്പ് കൊണ്ട് പ്രതീക്ഷിക്കുന്നതും ഒരു പോയിന്റിൽ ചെന്ന് തറയ്ക്കുകയല്ല, ആ റീജിയനിൽ എവിടെയെങ്കിലും വീണ് കിട്ടിയാൽ മതി, വീണിടത്തെല്ലാം തീയ. ആരെങ്കിലും ഒരാൾ എന്നെ നശിപ്പിക്കേണ്ടതിന് എന്നെ എയിം ചെയ്താണ് ഈ തീയമ്പ് അയക്കുന്നതെങ്കിൽ ചിലപ്പം വന്ന് കൊള്ളുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന ആളിനാവും. എന്നെ കറക്റ്റ് കൊള്ളണമെന്നില്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, അവനെ ഉദ്ദേശിച്ചല്ല ഞാൻ കാണിച്ചത്, വേറൊരാളിന് പോയതാ, അത് അബദ്ധത്തിൽ ഇങ്ങനെ പറ്റിയതാണ്, ആള് തെറ്റിപ്പോയതാ. അയ്യോ, ആള് തെറ്റിപ്പോയതിൻ്റെ ഒരു കഥ ഞാൻ പറയാം. നമ്മുടെ ഈ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു അപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു, യശന്തപുരത്ത് നിന്ന് അദ്ദേഹം മേക്കരി സർക്കിളിന് വരുന്ന വഴിയെ വന്ന് മത്തിക്കരയ്ക്ക് തിരിയുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയെ കൂടെ തിരിഞ്ഞു. ടോൾ ഗേറ്റിൽ തിരിഞ്ഞു കഴിയുകയും 2-3 പേര് നല്ല വലിപ്പമുള്ളവർ മുൻപിലേക്ക് എടുത്തു ചാടി. ഒരുത്തൻ ഒരു പെട്രോൾ ക്യാൻ തുറന്ന് ഇദ്ദേഹത്തിൻ്റെ മണ്ടയിലോട്ട് പെട്രോൾ ഒഴിച്ചു. അപ്പോഴാണ് അടുത്ത് നമ്മൾ അരുതട ആള് മാറിപ്പോയി എന്ന്. ആരെയും ഒരുത്തനെ കത്തിക്കേണ്ടതിന് കുറേ ഗുണ്ടകൾ വഴി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മാന്യനായ മനുഷ്യൻ, പാവമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിളിൽ വരുന്നത്. മറ്റേ വ്യക്തിക്ക് അവർ പ്രതീക്ഷിച്ച മോട്ടോർ സൈക്കിൾ കണ്ടതുകൊണ്ടാണ് പിടിച്ചു നിർത്തിയത്. 1/2 സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ പദമ തീപ്പെട്ടി എടുത്തു കഴിഞ്ഞു. 1/2 സെക്കൻഡ് പോയിരുന്നെങ്കിൽ കത്തിയാനെ ഞാൻ നിൽക്കത്തില്ലായിരുന്നു. അത് ആ 1/2 സെക്കൻഡിനകമാണ് ആരോ വേറൊരുത്തൻ വിളിച്ചു പറഞ്ഞു, അരുതട അവനല്ല, ആളു മാറിപ്പോയി. പലപ്പോഴും പിശാച് ആളുമാറി ഉന്നം വെക്കുന്നതിൻ്റെ കാരണം ഒരു തീയമ്പ് വന്നതാ, മറക്കണ്ട. തീയമ്പിൻ്റെ നെഗറ്റീവ് ഏരിയയാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് വ്യക്തികൾക്ക് കൊള്ളണമെന്നില്ല. ഒരാളിനെ ആയിരിക്കും ഉന്നം വെച്ചത്, കൊണ്ടത് വേറൊരാളിനായിരിക്കും. എന്നാൽ തീയമ്പ് കൊണ്ട് ശത്രു ഉദ്ദേശിക്കുന്നത് ഉന്നത്തിനടിക്കുകയല്ല, ആ റീജിയനിൽ എവിടെയും വീണാൽ തീ കത്തിയിരിക്കും. ആ കറക്റ്റ് വാചകം അങ്ങനെ ആകണമെന്നില്ല. ഏതായാലും ഒരു തീ കത്തിയല്ലോ, പലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ, ഒരു സ്ട്രോങ് ഹോൾഡ് സൃഷ്ടിക്കുവാൻ, അതിനൊരു കോട്ട ഉണ്ടാക്കുവാൻ, കർത്താവേ എൻ്റെ അകത്ത് പിശാചൊരു കോട്ട പണിത് എൻ്റെ അകത്ത് പൊറുതിയാകാതെ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു വാചകം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഒരു 100 പക്ഷികൾ നിങ്ങളുടെ തലയ്ക്ക് മേളിൽ കൂടെ പറന്നു പോയാലും നിങ്ങൾ പേടിക്കണ്ട, അതിനെക്കുറിച്ച് കൺസേൺഡ് ആകേണ്ട. പക്ഷികളൊക്കെ അങ്ങനെ പറക്കും, പലതും സംഭവിക്കും, പല പക്ഷികളും പറക്കും. പക്ഷേ ഒരു പക്ഷി നിങ്ങളുടെ തലയെ കൂട് വെക്കാൻ നോക്കിയാൽ ഓടിച്ചേക്കണം, അവിടെ ഇരിക്കാൻ സമ്മതിക്കരുത്. 100 ആലോചനകൾ പലതിലേയും കേട്ടുപോയാൽ കുഴപ്പമില്ല, എൻ്റെ മനസ്സിലോട്ട് ഞാൻ എടുക്കത്തില്ല, എൻ്റെ മനസ്സിനകത്തോട്ട് ഞാൻ കയറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഹാർവസ്റ്റ് ടെലിവിഷനിലുള്ളവർക്ക് ഏറെക്കുറെ പോകേണ്ട സമയമായി കാണും. അതുകൊണ്ട് നമുക്കൊരു വാക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സൂക്ഷിക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ശത്രു കയറാൻ പാടില്ല. പിശാചിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്നിലുണ്ടാകാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ദൈവത്തിൻ്റെ സ്ട്രോങ് ഹോൾഡിൽ കയറണം, സങ്കേതനഗരത്തിൽ കയറണം.
സാത്താൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എൻ്റെ ഉള്ളിൽ വയ്ക്കുവാൻ ഞാൻ ഒരിക്കലും അവസരം കൊടുക്കുകയില്ല. ഞാൻ ഏറെക്കുറെ 2 കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. മൂന്നാമത്തേത് ഉപദേശത്തിൻ്റെ വിശുദ്ധിയാണ്. ഈ സ്ട്രോങ് ഹോൾഡ്സ് എന്നിൽ ഉണ്ടാകുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഞങ്ങളെ ദൈവകരങ്ങളിൽ തരുന്നു. ഹാർവസ്റ്റ് സൊല്യൂഷനിലുള്ളവർ യാത്രയാകുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ചില മിനിറ്റുകളിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലിരിക്കണമേ. മഹത്വം കർത്താവിനാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹാർവസ്റ്റ് ടെലിവിഷനിലുള്ളവരുടെ അറിവിന് വേണ്ടി ഒന്നുകൂടെ പറയാം. യൂട്യൂബിൽ ഇതേ മെസ്സേജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവ് ചെയ്തും കൊണ്ടായിരിക്കും. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം തന്നെ യൂട്യൂബിൽ കയറാമെങ്കിൽ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം സെക്ഷൻ്റെ ഇന്നത്തെ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ 3ാമത്തെ സ്ട്രോങ് ഹോൾഡിലേക്ക് മാറട്ടെ. 3ാമത്തെ സ്ട്രോങ് ഹോൾഡ് 1 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യം. 1 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. മോനെ തീമോത്തിയോസേ, സ്ഥാപിതമായ ഒരു സഭയുടെ ചുമതലയിലേക്കാണ് അങ്ങേ എടുത്തിടുന്നത്. ആവർത്തിക്കാം. സ്ഥാപിതമായ ഒരു സഭയുടെ ശുശ്രൂഷയിലേക്കാണ് അങ്ങേ എടുത്തിടുന്നത്. സഭ സ്ഥാപിക്കുന്ന സമയം പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് പൊളിച്ച്, അതിൻ്റെ കോട്ടകൾ പൊളിച്ച് അതിനകത്ത് കിടത്തവരെയാണ് പുറത്തെടുത്തത്. അവരെ തിരികെ പിടിക്കുവാൻ പിശാച് എന്നും ഉണ്ടായിരിക്കും. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും മറക്കരുത്, നമ്മെ തിരികെ പിടിക്കുന്ന ഒരു ശക്തി എല്ലാ സമയത്തും അതിന് താല്പര്യപ്പെടുന്ന ഒരു ശക്തി ഉണ്ടായിരിക്കും. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസം. അത് കളിയാക്കാൻ വേണ്ടി ആരണ്ട് പറഞ്ഞതാ, പക്ഷെ അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യങ്ങളിലോട്ട് പോകാം. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് മുന്നോട്ട് വന്നാൽ ഏതിൽ നിന്ന് വിടുവിക്കപ്പെട്ടോ ആ ശക്തി അവൻ്റെ പുറകെ കാണും. ചില സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കുട്ടികൾ ഓടി വരാറുണ്ട്. പ്രാവ് ഇതിലെ എങ്ങാനും പോയി, എത്ര പ്രാവ് പോകുന്നു, അല്ല എൻ്റെ പ്രാവ് കൂട്ടിന്ന് പോയി അതിനെ പിടിക്കാൻ വരിക, എൻ്റെ പ്രാവ് കൂട്ടിന്ന് പോയി. കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഞങ്ങളുടെ അടുക്കൽ ചിലപ്പോഴാളുകൾ വന്ന് ചോദിക്കും, ഞങ്ങളുടെ കോഴി ഇതിലെ എങ്ങാനും വന്നോ, ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് ചാടിപ്പോയി, അത് ഇതിലെ എങ്ങാനും വന്നോ. എടാ, നാട്ടിലെതിരെയും കോഴി പോയോ എന്ന് അവർ അന്വേഷിക്കത്തില്ല. എൻ്റെ കൂട്ടിൽ നിന്ന് പോയതിനെ എനിക്ക് തിരിച്ചു പിടിക്കണം, എൻ്റെ കൂട്ടിൽ നിന്ന് പോയ പ്രാവിനെ തിരിച്ചു പിടിക്കണം. പിശാചും ഇതുപോലെയാ, എൻ്റെ നിന്ന് പോയവനെ തിരിച്ചു പിടിക്കണം. നമ്മിൽ ചിലർ മദ്യപാനികളായിരുന്നു. മദ്യപാനത്തിൻ്റെ ശക്തി നമ്മുടെ പുറകെ വരും. പാസ്റ്റർ വി എ തോമസ് ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തേങ്ങ മോഷ്ടിക്കുന്ന കള്ളൻ മാനസാന്തരപ്പെട്ടെന്നിരിക്കട്ടെ, പുള്ളിക്കാരൻ സാക്ഷിയൊക്കെ പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, മേലാൽ മോഷ്ടിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞാലും ഒരു 3 മാസത്തിനകം ഇവനെ നോക്കിക്കൊണ്ടിരുന്നോണം. ഏതെങ്കിലും തെങ്ങും തോപ്പിൽ കൂടെ പോകുമ്പോൾ ഇവൻ മേളിലോട്ട് നോക്കുന്നോന്നറിയാൻ. കാര്യം അവനെ ആദ്യം പിടിക്കുന്ന ശക്തി അവൻ വിടുവിക്കപ്പെട്ട ശക്തിയാണ്. എവിടെ നിന്ന് വിടുവിക്കപ്പെട്ടോ അവിടേക്ക് തിരിച്ചു പിടിക്കാനായി വരും. മോനെ തീമോത്തിയോസേ, സഭ രൂപീകരിക്കുന്നത് ഈസി അല്ല. ഒരു സഭ രൂപീകരിക്കുവാൻ ദൈവം പൗലോസിനെ അയച്ചു. അദ്ദേഹം പറയുകയാണ്, മോനെ അതിൻ്റെ ചുമതല നോക്കാൻ നിന്നെ ആക്കുക. നീ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ജനം മുഴുവനും വന്ന വഴിയെ കൂടെ പോകും. ജനം മുഴുവനും വന്ന വഴിയെ പോകും. അതുകൊണ്ട് നീ ചില കാര്യങ്ങൾ നിഷ്കർഷ പാലിച്ച് സൂക്ഷിക്കേണ്ടതിന് ഇന്ന് പകൽ ദൈവവേദനെ നമ്മൾ ഓർത്തോണം. നിഷ്കർഷ പാലിച്ച് നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാം വീണ്ടും തിരികെ പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീറോടെ മുന്നോട്ട് നിൽക്കുവാൻ ഇവിടെ തീമോത്തിയോസിനോട് 1 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തോട് ആദ്യം പറയുന്ന പദം ഇതാണ്, മോനെ തീമോത്തിയോസേ, അന്യഥാ ഉപദേശിക്കരുത്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ, ദ ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ക്രിസ്തീയ ഉപദേശത്തിൻ്റെ സത്യാവസ്ഥ നീ അറിഞ്ഞോണം, അതിൻ്റെ ഗൗരവം നീ അറിഞ്ഞോണം. ഇതിന് വെളിയിൽ ഒരു ഉപദേശം നടക്കരുത്. ഇതിൻ്റെ വെളിയിൽ ഒരു ഉപദേശം നടക്കരുത്. അന്യഥാ ഉപദേശിക്കരുത്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്കുതകുന്ന കെട്ടുകഥകളും വംശാവലികളും ശ്രദ്ധിക്കരുത്. ഒരുപാട് കെട്ടുകഥകളും കൊണ്ട് ആളുകൾ വരും. ഒരുപാട് വംശാവലി പാരമ്പര്യ പരിപാടികളുമായി ആളുകൾ വരും. മോനെ തീമോത്തിയോസേ, നീ തീർത്തും പറയണം, ശ്രദ്ധിക്കരുത്. തമാശ ഉള്ളതും കേട്ടുകൊണ്ടിരിക്കാൻ രസമുള്ളതും
കഥയുടെ ബാക്കി ഭാഗം എന്തായി എന്ന് അറിയാൻ ആഗ്രഹമുള്ളവരും ശ്രദ്ധയോടെ ഇരിക്കുമ്പോഴായിരിക്കും ദുരുപദേശത്തിൻ്റെ വിത്ത് പതുക്കെ ഇങ്ങോട്ട് എടുത്തിരുന്നത്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും ശ്രദ്ധിക്കരുതെന്ന് നീ ചിലരോട് ആജ്ഞാപിക്കണം. നിന്റെ ഉപദേശം പഥ്യ ഉപദേശമായിരിക്കണം, ഭക്തിക്കൊത്ത ഉപദേശമായിരിക്കണം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിടുക. പഥ്യ ഉപദേശമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ പഥ്യമായി പാലിക്കേണ്ടതായിരിക്കണം. 2, നിന്റെ ഉപദേശം പഥ്യോപദേശമായിരിക്കണം, ഭക്തിക്കൊത്ത ഉപദേശമായിരിക്കണം. ഭക്തിക്കൊത്ത ഉപദേശം. ഈ ആശയം ഗൗരവമായി ദയവായി ദൈവമക്കൾ എടുക്കണേ. എനിക്ക് മിനിറ്റുകൾ കൊണ്ട് തീർക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. സ്ട്രോങ് ഹോൾഡ്സ് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അകത്ത്, നമ്മുടെ അകത്ത് ഭക്തിക്ക് നിരക്കാത്ത ജീവിത ശൈലികൾ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ വരാം. ഇടയ്ക്കൊരല്പം കുടിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ രാത്രിയിലും തൊട്ട് എന്തോ ഈ 2-3 ദിവസമായിട്ട് ഇത് തന്നെ കൂടെ തൊടുന്നുണ്ട്. 2-3 ആഴ്ചകളായിട്ട് ഇത് തന്നെ കൂടെ തൊടുന്നുണ്ട്. ഇടയ്ക്കൊരു പിക്ചർ കണ്ടാലും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ മോനെ? നിനക്ക് തമാശെന്ന് തോന്നുന്ന, രസമെന്ന് തോന്നുന്ന, സുഖിച്ചിരിക്കുന്ന ആ നേരത്ത് ഒരു വാചകം നിന്റെ അകത്തിട്ട് തരുവാൻ നിന്റെ ഹൃദയവാതിൽ തുറന്ന വേണ്ടാത്തത് ഇടാൻ വേണ്ടി പിശാചി കണ്ടുപിടിക്കുന്ന മെത്തേഡാണത്. അതുകൊണ്ട് അതിനോട് അടുക്കരുത്, അവിടെ നിന്ന് മാറിക്കോണം. ഭക്തിക്കൊത്ത ഉപദേശത്തിലൂടെ പോകാവൂ, പഥ്യമുള്ള ഉപദേശത്തിലൂടെ മാത്രമേ പോകാവൂ. ഈ പഥ്യമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ചില ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക്, എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആയുർവേദ മരുന്ന് കഴിച്ചു. അപ്പോൾ പറഞ്ഞു, ചിക്കൻ കഴിക്കരുത്, ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഒന്നിൻ്റെയും കിഴങ്ങ് കഴിക്കരുത്, ശല്യമായല്ലോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് ഈ പരിപാടി അങ്ങ് നിർത്തിയേച്ചു. കാര്യം ഇതിൻ്റെ പഥ്യം വലുതാണ്. പഥ്യം പാലിക്കാതെ വണ്ണം മരുന്ന് കഴിച്ചാൽ അത് അതിനേക്കാൾ പ്രശ്നമായി മാറും. മുന്നേ ക്രിസ്തീയ ഉപദേശം പഥ്യോപദേശമാണ്. ക്രിസ്തീയ ഉപദേശം പഥ്യോപദേശമാണ്. അത് ഭക്തിക്കൊത്ത ജീവിതത്തിലൂടെ നടത്തുന്ന ഉപദേശമാണ്. വസ്ത്രധാരണം, ജീവിതചര്യകൾ, വായിൽ നിന്ന് വരുന്നത്, കൊടുക്കൽ വാങ്ങൽ മുതലായി ഒരുപാടേറിയ തൊട്ടേച്ച് ഭക്തിക്കൊത്ത ഉപദേശത്തിലൂടെ വേണം നടക്കുവാൻ. ഭക്തിക്കൊത്ത ഉപദേശം, പഥ്യോപദേശം. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ദൈവപൈതലായതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട, അതെനിക്ക് വിധിച്ചിട്ടില്ല. ഞാൻ ഇന്നതായതുകൊണ്ട് ഇതെനിക്ക് വിധിച്ചിട്ടില്ല, അതെനിക്ക് വേണ്ട. ഈ ഗംഗാനഗർ ഏരിയയിൽ എവിടെയോ തലയ്ക്ക് നല്ല സ്ഥിരമില്ലാത്ത ഒരു മനുഷ്യൻ ഭിക്ഷാടകനായി ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ കണ്ട് സങ്കടം തോന്നിയതുകൊണ്ട് വല്ലപ്പോഴും ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കും. കഴിഞ്ഞ ദിവസം ഒരാളിൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന കളറുള്ള ഒരു വടിക്കോള് സഫാരി സൂട്ട് കൊടുത്തയച്ചു. എനിക്ക് പഴയതായി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തയച്ചു. അയാൾ ഭ്രാന്തനെന്ന് തോന്നിയാലും ആൾ ഭ്രാന്തനൊന്നും അല്ലായിരുന്നെന്ന് കൊണ്ടിയെന്നപ്പോൾ മനസ്സിലായി. കൊണ്ടിയെന്ന ആളിനോട് അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, എനിക്കിത് ഇടാൻ പറ്റുകയില്ല. സഫാരി സൂട്ടിട്ട് വിടുന്ന 5 പൈസ തരിക? എനിക്കിത് ഇടാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഇത് ഇടാവുന്ന ആർക്കെങ്കിലും കൊടുത്തേക്ക്. അയ്യോ, ക്രിസ്ത്യാനി നാണമില്ലാത്തത് നിങ്ങൾക്കത് പറയാമോ? പിശാച, നിൻ്റെ ആ വസ്ത്രധാരണം എനിക്ക് പറ്റുകയില്ല, ഞാൻ ആത്മീയന്. തലയ്ക്ക് സ്ഥിരമില്ലെന്ന് തോന്നിക്കുന്ന, ഷേവ് ചെയ്യത്തില്ല, മുഴി കഴിക്കത്തില്ല, കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, ഇതൊക്കെ കൊണ്ടാണ് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് പറയുന്നത്. ആരെയും തല്ലാനും പിടിക്കാനും പോയതായിട്ട് അറിവില്ല. ആ മനുഷ്യൻ അതേ ഭ്രാന്തനായിട്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ആ മനുഷ്യൻ പറയുന്ന പദമാണ്, എനിക്ക് ആ വസ്ത്രം പറ്റുകയില്ല, കാര്യം അത് ഇട്ട പിന്നെ എനിക്കാരും 5 പൈസ തരികയില്ല. അതുകൊണ്ട് സാർ അത് ഉപയോഗിക്കാവുന്ന ആർക്കെങ്കിലും കൊടുക്ക്, എനിക്ക് പഴയ ബ്രെഡോ കീറിയ തുണിയോ മതി. ഭക്തിക്കൊത്ത ഉപദേശം, പഥ്യോപദേശം. ഇത് പൊറുക്കാതെ ആളുകൾ കർണരസമായി ഇത് കേൾക്കുവാൻ തിരിയും. കർണരസമായി ഇത് കേട്ടോണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഒരു ദുരുപദേശം കൂടെ ഇട്ടു കൊടുക്കുന്നത്. അത് അവൻ്റെ അകത്ത് കിളുത്തോളും. തീമോത്തിയോസേ, ഇത് ശ്രദ്ധിക്കരുത്. പലരോടും ആവശ്യമില്ലാത്ത ചാനലുകളിൽ പോകരുതെന്നും, ആത്മീയത്തിൽ തീർത്തും വളർത്തുവാനുള്ളതല്ലാത്ത മറ്റെന്തെങ്കിലും പറയുന്നവൻ്റെ ചാനൽ ശ്രദ്ധിക്കരുതെന്നും ഒരു സഭാ ശുശ്രൂഷകൻ എന്ന സ്ഥിതിയിൽ എല്ലാവരും അംഗീകരിക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പറയുന്നത് എൻ്റെ കടമയാകയാൽ തറപ്പിച്ച് ഞാൻ വീണ്ടും പറയട്ടെ, അങ്ങനെയുള്ളതിൻ്റെ പുറകെ പോകരുത്. കിട്ടുന്നവരെ എല്ലാവരെയും നമ്മുടെ വീടുകളിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കരുത്. ഞാനീ പറയുന്ന ഗൗരവമുള്ള ആശയങ്ങളാണ്. കാര്യം ഇത് ഏത് ആത്മാവിലാണ് പ്രവചിക്കുന്നതെന്നും എന്താണ് തിരികെതെന്നും അറിയാതെ ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു, അതിനെ ആശ്രയിക്കുന്നു. കാര്യം പ്രവചനങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതും
യേശുവിൻ്റെ ആത്മാവ് തന്നെ പ്രവചനത്തിൻ്റെ ആത്മാവാണ്. ദൈവം നമ്മെ ദൈവകൃപയിൽ നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകന്മാരെ ദൈവം തരുന്നതും, അതേസമയം അതിൻ്റെ വ്യാജമുഖങ്ങൾ എടുക്കുവാൻ ശത്രു വരുന്നതും നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. വരുന്ന ആഴ്ചയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ, വരുന്ന ആഴ്ച ഞാനിവിടെ കാണത്തില്ലായിരിക്കും, ഞാൻ അങ്ങേ സൈഡിലായിരിക്കും ചിലപ്പോൾ വരുന്ന ആഴ്ചയിൽ. ഓൾ റൈറ്റ്, ഓൺലൈനിൽ നിങ്ങൾക്കിത് കിട്ടും. മേ ബി നെക്സ്റ്റ് അനദർ ടൈം ഞാനിവിടെ വരുന്ന സമയത്ത് ഇതിൻ്റെ ബാലൻസ് എടുക്കാൻ നോക്കാം. അത് എനിക്ക് 2 ആഴ്ച കൂടെ ഉണ്ട്. ഞാൻ മറ്റേ എൻ്റെ മെയിൻ മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ആ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ എടുത്തോളാം. ഇതിൻ്റെ ബാലൻസ് ഇവിടെ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്കത് കിട്ടാൻ സാധിക്കും. എങ്ങനെയെങ്കിലും അത് ലഭ്യമായിരിക്കും. ഞാനൊന്ന് ഓടിച്ചു തൊട്ടു പോവുക. എനിക്ക് ആവശ്യമുള്ള ദൈവിക സദ്ഗുണങ്ങളും ഉപദേശങ്ങളും എന്നെ പഠിപ്പിക്കേണ്ടതിന് ദൈവം അയക്കുന്ന പ്രവാചകന്മാരുണ്ട്. ദൈവം മോശ മുഖേന നിയമങ്ങൾ ജനത്തിന് കൊടുത്ത ശേഷം അത് പഠിപ്പിക്കേണ്ടതിന് പുരോഹിതന്മാരെ ആക്കി. അന്നന്നത്തെ മെയിൻ്റനൻസിന് നിയമം അസാധുവായതുകൊണ്ടല്ല, അപര്യാപ്തമായതുകൊണ്ടല്ല, അന്നന്നത്തെ മെയിൻ്റനൻസിന് അതിൻ്റെ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിന് ആലോചനകൾ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാരെ ആക്കി. പുരോഹിതന്മാരെ കൊണ്ട് മാത്രമായില്ല, പ്രവാചകന്മാരെ കൂടെ വേണമെന്ന് ദൈവം തീരുമാനിക്കുകയും പ്രവാചകന്മാരെ ആക്കുകയും ചെയ്തു. എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിൻ്റെ ഇടയിൽ കയറി. ഇന്നും ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും ഉണ്ടായിരിക്കും. പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് പണിതുയർത്തുന്നത് അവിടെയാണെന്ന് മറക്കരുത്. എൻ്റെ അകത്തൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാകാതിരിക്കുവാൻ കഴിവുള്ളിടത്തോളം സ്ക്രീനിങ് സഭയിൽ നിന്ന് തരുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എനിക്ക് 60 വയസ്സ് തികഞ്ഞപ്പോൾ ഇന്നത്തെ ആരോഗ്യസ്ഥിതിയേക്കാൾ ഇച്ചിരൂടെ താഴെയായിരുന്നു എൻ്റെ 60ാമത്തെ വയസ്സിലെ ആരോഗ്യസ്ഥിതി. 59 വരെ നല്ല ആരോഗ്യത്തിൽ പോയി. ആ ഒരു വർഷം 60ാം വയസ്സിൽ ഒരല്പം ആരോഗ്യത്തിന് ക്ഷതമുണ്ടായി. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ നിർത്തിയേക്കട്ടെ, 60 വയസ്സ് ഏതാണ്ടെന്നായി എൻ്റെ മനസ്സിനകത്തൊരു സ്ട്രോങ് ഹോൾഡ് കിടപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും ക്ഷീണിച്ചത്. എൻ്റെ ആ സ്ട്രോങ് ഹോൾഡായിരിക്കും അത് ഉപയോഗിച്ചത്. ഞാൻ ചോദിച്ചു, കർത്താവെ നിർത്തിയേക്കട്ടെ, ഇനി ഞാൻ അങ്ങ് റിട്ടയർ ചെയ്തോട്ടെ ഈ പാസ്റ്റർ പണിയിൽ നിന്ന്. അന്ന് കർത്താവിനോട് പറഞ്ഞൊരു പദമുണ്ട്, മോനെ, 60 വർഷത്തിൻ്റെ പ്രായോഗിക എക്സ്പീരിയൻസ് ജീവിതത്തിലൊരു കറുത്ത മാർക്കുണ്ടാക്കാതെ, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ 11 വയസ്സ് കഴിഞ്ഞതു മുതൽ ജീവിതത്തിലൊരു കറുത്ത പാടുണ്ടാക്കാതെ മിനിസ്ട്രിയിൽ നിന്ന് 60 വർഷം വരെ നിന്ന രണ്ടാമതൊരാളിനെ കണ്ടുപിടിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ പ്രയാസമാകയാൽ നിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ചേർത്ത് ജനത്തിന് കൊടുക്കുവാൻ ഞാൻ നിന്നെ നിയമിക്കുകയാ. അതുകൊണ്ടാണ് കഴിഞ്ഞ 14 വർഷം കൂടെ ജയപ്രദമായി മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ തന്നത്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി പറയേണ്ടത് എൻ്റെ കടമയാ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സ്ക്രീൻഡ് ഡോക്ട്രിൻ നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. പ്യുവർ ഡോക്ട്രിൻ നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ പരിചയമില്ലാതെ സഭാപാലനത്തിൻ്റെ സഭയുണ്ടായിട്ട് വേണമല്ലോ സഭാപാലനം, യാതൊരു റെക്കോർഡുമില്ലാതെ മുന്നോട്ട് പോകുന്ന അനേകരുടെ നടുവിൽ നിന്ന് ഇന്ന് പകൽ ബെഥലൈറ്റ്സ്, ഞാൻ ഒരു കാര്യം ഗുണദോഷമായി പറയട്ടെ, നമുക്ക് പത്യോപദേശത്തിൽ നിലനിൽക്കാം. ഉപദേശത്തിൽ തകർക്കുകയാണ് 3ാമത്തെ ഏരിയ. 4ാമത്തെ ഏരിയ ജനറലായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 5-7 മിനിറ്റ് കൊണ്ട് അതങ്ങ് തൊട്ടുപോകുകയാണ്, വിശദീകരിക്കത്തില്ല. 4ാമത്തെ ഏരിയ, 1ാമത്തേത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോടെതിരെയുള്ള പാപം. 2ാമത്തേത് ദുഷ്ടൻ്റെ തീയമ്പുകൾ വന്ന് വീഴുന്ന ഭാഗം, അതായത് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ഹൃദയത്തിനകത്ത് കെട്ടിപ്പടുക്കുന്ന, ക്രിസ്തീയ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന, ദൈവിക ആശയങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സങ്കല്പങ്ങൾ മുതൽ കൂട്ടക്കൊലകൾ വരെ ഉളവാക്കുവാൻ കഴിയുന്ന തീയമ്പുകൾ, അത് പ്രധാനമാണ്. തുടർന്ന് 3ാമതായിട്ട് ഉപദേശത്തിൻ്റെ വിശുദ്ധി ഞാൻ പറഞ്ഞു. 4ാമത്തേത് കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ഓരോന്നോരോന്ന് തൊട്ട് ഇന്നങ്ങ് നിർത്തുകയാണ്. എല്ലാ സ്ട്രോങ് ഹോൾസും ഒന്നും വിശദീകരിച്ച് തീർക്കാൻ എന്നെപ്പോലെ ഒരുത്തനെ കൊണ്ടൊക്കത്തില്ല, ഒരായുസ് കൊണ്ടൊക്കത്തില്ല, അതിനേക്കാൾ കൂടുതലാണ്. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ തൊടുന്നത്. അതിൽ 1ാമത്തേത് 2 കൊരിന്ത്യർ 11:3, ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. 2 കൊരിന്ത്യർ 11:3, 2 കൊരിന്ത്യർ 11:3, ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഭക്തിയും വിട്ട് വഷളായി, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഭക്തിയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹവ്വായെ എങ്ങനെയാണ് ഉപായത്താൽ ചതിച്ചത്? അവിടെ ബ്യൂഗിൾ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്യൂഗിൾ.
ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അല്പം മോശമാണ്. ഒരു പെൺകുട്ടിയെ വശീകരിച്ച് നശിപ്പിക്കുന്ന അർത്ഥമാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്, വഞ്ചിച്ചത് എങ്ങനെയാണ്? നീ ദൈവത്തെപ്പോലെ ആകുമെന്ന് പറഞ്ഞ ഭക്തിമണ്ഡലത്തിൽ മുൻപിലേക്ക് തള്ളിയാണ് തകർത്തത്, മറക്കരുത്. നാലാമത്, മിസ്ലീനിയസായ ഒരുപാട് ഏരിയകൾ ഞാൻ ഒരുമിച്ച് തൊടുകയാണ്. അതിലൊന്നാമത്തേത് ദൈവത്തെപ്പോലെ ആക്കാം എന്ന് പറഞ്ഞ് കൂടുതൽ ഉപവസിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ഇന്ന കാര്യം നോക്കണം, കൂടുതൽ ദൈവകാര്യം നോക്കണം, കൂടുതൽ കൊടുക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം. നല്ല കാര്യമാണ്. പക്ഷേ ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് നിങ്ങൾ വേറെ ചിലതിൽ ആശ്രയിക്കുവാൻ, പ്രാർത്ഥനക്കാരനിൽ, പ്രാർത്ഥിപ്പിക്കുന്നവനിൽ. തൻ്റെ ശിംശോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ പഴയ നിയമത്തിൽ അറിയാം. നിന്റെ ശക്തി ഏതിലായിരിക്കുന്നതെന്ന് ശിംശോനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വ്യാജ ഭാര്യ ഒരു ചോദ്യം ചോദിച്ചു. വ്യാജമായ ഒരു ഭാര്യയാണ് അങ്ങേർക്ക് കിട്ടിയത്. പലതിനെ കിട്ടിയ കൂട്ടത്തിൽ ഒന്നിതാ, എല്ലാം വ്യാജമായിരുന്നു. നിന്റെ ശക്തി ഏതിലായിരിക്കുന്നതെന്ന് ചോദിച്ചു. സത്യത്തിൽ ശിംശോൻ്റെ ശക്തി ഇരിക്കുന്നത് നിത്യനായ ദൈവത്തിലാണ്. പക്ഷേ ശിംശോൻ പറഞ്ഞ എന്നാന്നറിയാമോ? എൻ്റെ മുടിയില്ല. കാര്യം അദ്ദേഹം നസീർ വ്രതക്കാരനാണ്. ജനനം മുതൽ നസീർ വ്രതം സൂക്ഷിച്ച് തലമുടി കത്രിക്കാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പിൻപിലുള്ള ദൈവശക്തിയെ മറന്നേച്ച് ഈ ജടയിൽ ആശ്രയിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജടയ്ക്കകത്താണ് എൻ്റെ ശക്തി ഇരിക്കുന്നത്. നിങ്ങളുടെ പലതിലും നമ്മെക്കൊണ്ട് ആശ്രയിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുന്ന ആ വശീകരിക്കുന്ന ശക്തികൾ നമ്മുടെ പുറകെ വരരുത്. ഹവ്വ വശീകരിക്കപ്പെട്ടത് ദൈവത്തെപ്പോലെ ആകുമെന്ന് ചിന്തയില്ല. ബേഥേലിലെ എമ്മേവറീസിന് വയസ്സായി. പിന്നെ എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോട്ടിഞ്ഞു പോര് പിശാചേ, മാറി നിൽക്കടാ. ദൈവം എന്നെ വിളിച്ചത് മുതൽ ഞാനും ദൈവവും കൂടെ ഒരു ബന്ധമുണ്ട്. ദൈവം എന്നെ പണിതത് മുതൽ ഞാനും ദൈവവും തമ്മിലൊരു ബന്ധമുണ്ട്. ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ച്, മോനെ നിൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ നല്ല ആഹാരം എൻ്റെ വീട്ടിലുണ്ട്, പോരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിടുവോ? എടുത്തിട്ട് തല്ലത്തില്ലേ? ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് അയോഗ്യമായി ഒന്നിനെ വിളിക്കുന്നവനെ പരിശുദ്ധാത്മാവ് അടിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കേണ്ടതിന് വേണ്ടി വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ, ദൈവത്തെപ്പോലെ ആകേണ്ടതിന് ഹവ്വയെപ്പോലെ ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. 2 കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലും ഇതേ പദം കാണാം, വഞ്ചിക്കപ്പെടരുത്. ബ്യൂഗിൾ എന്ന പദമാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. വഞ്ചിക്കപ്പെടരുത്. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഭക്ഷണപദാർത്ഥങ്ങൾ സംബന്ധിച്ചോ, ശബത്ത്, വാവ്, പെരുന്നാൾ എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴല. പഴയ നിയമ ആചാര മര്യാദകളിൽ ഇന്നലെ ഒരാളിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ചില സഭകളിൽ കാണുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളുടെ വസ്ത്രധാരണ സമ്പ്രദായമൊക്കെ പഴയ നിയമത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. പാസ്റ്റർ വി എ തോമസ് കൂടെ പറയുമായിരുന്നു, പഴയ നിയമ ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്തോട്ട് നീട്ടിപ്പിടിച്ച ചാർത്തല്ല പുതിയ നിയമസഭയെന്ന്. അതെല്ലാവർക്കും മനസ്സിലായാൽ നല്ലത്. പഴയ നിയമ ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്തോട്ട് നീട്ടിപ്പിടിച്ച ചാർത്തല്ല പുതിയ നിയമസഭ. യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പുതിയ നിയമസഭ. അതിന് പഴയ നിയമത്തിൻ്റെ തത്വം കൊടുക്കരുത്. വാവ്, പെരുന്നാൾ, ഭക്ഷണ സാധനങ്ങൾ സംബന്ധിച്ചോ ഇവയൊക്കെ വരുവാനിരുന്നവയുടെ, ഇന്ന് കാണുന്നവയുടെ നിഴലാണ്. അതിനകത്ത് പോയി കുടുങ്ങരുത്. ദാറ്റ് ബിക്കം എ സ്ട്രോങ് ഹോൾഡ്. അത് മുഖേന നിങ്ങൾ വഞ്ചിക്കപ്പെടും. കൊലോസ്യലേഖനം 2:18 ഞാൻ പറഞ്ഞത്. താഴ്മയിലും ദൂതന്മാരെ, ഇന്നലെ രാത്രിയിലും ഞാനത് തൊട്ടായിരുന്നു. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് തലയെ മുറുകെ പിടിക്കാത്തവൻ അവിടെ കൊണ്ട് നിർത്തിയേ പറ്റൂ. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചു, ദൈവിക ദർശനങ്ങൾ തള്ളി. പ്രവാചകൻ കള്ളനാണ്, പാസ്റ്റർമാർ കൊള്ളരുതാത്തവരാണ്, സഭ മോശമാണ്, പിന്നെ എന്നതാ കൊള്ളാവുന്നത്? ഞാനും പിശാചിൻ 2 പേരേ ഉള്ളൂ കൊള്ളാവുന്നത്, അതുകൊണ്ട് എന്നെ അനുഗമിച്ചു, അല്ലെ പിശാചിനെ നേരിട്ട് അനുഗമിച്ചു. നിർത്തടവുപോയി. തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ സ്വന്തം കാഴ്ചപ്പാടിലേക്ക് പ്രവേശിച്ച്, സ്വന്തം കാഴ്ചപ്പാട് അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കങ്ങോട്ട്, ഞാൻ എം നോട്ട് കൺവിൻസ്ഡ്. എൻ്റെ ആശയം അതാ. മോനെ, താങ്കളോടായി സംസാരിക്കുന്നത്. സ്വന്തം ആശയങ്ങളിൽ പ്രവേശിച്ച് തലയെ മുറുകെ പിടിക്കാതിരിക്കരുത്.
തലയെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ വിശദീകരണം ആ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. തലയിൽ നിന്നാണ് ശരീരത്തിന് മുഴുവനും സകലതും ലഭിക്കേണ്ടത്. അതിന് അനുവദിച്ചിരിക്കുന്ന നരമ്പുകളിലൂടെയും അതിന് അനുവദിച്ചിരിക്കുന്ന സന്ധികളിലൂടെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തലയുടെ ഇൻഫർമേഷൻസ് എത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ശരീരമായി നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇന്ന് അനേക ഇടങ്ങളിൽ സഭ പാരലൈസ്ഡ് ആണ്. കൈ ചലിക്കത്തില്ല, കാല് ചലിക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തു പറ്റി? തലയുമായുള്ള ബന്ധം പോയി. ഒരു കൊച്ചു സഭയായി ബഥേലിനെ ഞാൻ ദൈവകരങ്ങളിൽ എടുത്ത്, കർത്താവേ, തലയുമായ ബന്ധം പോകാതെ ക്രിസ്തു എന്ന തല ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ എല്ലാ ശരീരഭാഗങ്ങളും ഞങ്ങളുടെ ചലിക്കുന്ന വിരലുകളുടെ അറ്റം വരെ ആ ഒരൊറ്റ ആശയത്തിൽ പോകുവാൻ കഴിഞ്ഞാൽ സഭയായി ഞങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് കൃപയാൽ നാം ഫങ്ഷനിലാണ് എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കട്ടെ. കൊറോണ വരെ വന്നെങ്കിലും പ്രതികൂലങ്ങൾ പലത് തലമുറ കണ്ടെങ്കിലും ഇന്നും ഫങ്ഷനലായി നിൽക്കുവാൻ കാര്യം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതാണ് എന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. തലയെ മുറുകെ പിടിക്കുക. ഇനിയും വ്യാജമായ അടയാളങ്ങൾ 2 തെസ്സലോനിക്കർ 2:9, 2 തെസ്സലോനിക്കർ 2:11, ആ 2 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ 2 തെസ്സലോനിക്കർ 2:9 വർക്കിംഗ് ഓഫ് സൈറ്റൻ വിത്ത് ഓൾ പവർ ആൻഡ് സൈൻസ് ഓഫ് ലൈയിങ് വണ്ടേഴ്സ്. വ്യാജമായ സകല അടയാളങ്ങൾ കൊണ്ടും ഉപദേശത്തെ മറിച്ചു കളയാൻ. ഒരു വശത്ത് അടയാളം വേണ്ടെന്ന് പറയുന്ന ഒരു പിശാചുണ്ട്. വേറൊരു വശത്ത് അടയാളങ്ങളുടെ ബാഹുല്യത്തിലൂടെ കൊണ്ടുവന്ന് വിശ്വാസത്തിൽ നിന്ന് വീഴ്ച കളയുന്ന വേറൊരു പിശാചുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ആ 2 വാക്യം വായിച്ച് ഞാൻ അങ്ങ് നിർത്തിയേക്കാം. ദയവായി വായിച്ചാട്ടെ. 2 തെസ്സലോനിക്കർ 2:9 പിന്നെ 11. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. മറക്കരുത്, ഉപദേശത്തിൽ ഒരു വ്യക്തി തെറ്റിയെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു വ്യക്തി തെറ്റിയെങ്കിൽ തുടർന്ന് വരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും വ്യാജാത്മാവിലാണ് എന്ന് മറക്കരുത്. എന്നാൽ 11ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. 2:11. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒരുത്തൻ ഭോഷ്കിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നു, വേറൊരുത്തൂടെ അത് വിശ്വസിക്കേണ്ടതിന് വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം തന്നെ അനുവദിക്കുന്നു. യവനെ ന്യായവിധിയുടെ അടിത്തട്ടിൽ ഇട്ടേ മതിയാകൂ. ദൈവം തന്നെ ചില വ്യാജാത്മാക്കളെ അനുവദിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്തങ്ങളുടെ 1 രാജാക്കന്മാർ 22:21 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിലും ഒറ്റ ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ദുരാത്മാവ് ദൈവസന്നിധിയിൽ വന്ന് ആഹാബിനെ ഞാൻ വശീകരിക്കേണ്ടതിന് അവൻ്റെ പ്രവാചകന്മാരുടെ വായിൽ ഞാൻ വ്യാജത്തിൻ്റെ ആത്മാവായിരിക്കുമെന്ന് ദൈവത്തോട് പറയുന്നതും ആവർത്തിച്ച വാക്യം പറഞ്ഞു വിട്ടേക്കാം. 1 കൊരിന്ത്യർ 2:21, 22 വാക്യങ്ങളും. 1 രാജാക്കന്മാർ 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങളിലും 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലും ഈ ഒറ്റ സംഭവം ചിത്രീകരിക്കുന്നു. ഒരാത്മാവ് ദൈവസന്നിധിയിൽ വന്ന് പറഞ്ഞു, ഞാൻ പോയി ആഹാബിനെ കൊല്ലുവാൻ വേണ്ടി അവനെ യുദ്ധത്തിന് വശീകരിക്കാം. അതിന് ഒറ്റ മാർഗം ഇതേ ഉള്ളൂ, അവൻ്റെ പ്രവാചകന്മാരുടെ വായിൽ ഞാൻ വ്യാജത്തിൻ്റെ ആത്മാവായി കയറിക്കോളാം. അതാ പറഞ്ഞു, ഗോ ആൻഡ് ഡു ഇറ്റ്. അനുഗ്രഹിച്ചു വിട്ടു, നിന്നെ കൊണ്ട് സാധിക്കും. ആഹാബിനെ നശിപ്പിച്ചേ മതിയാകൂ. കാര്യം അവനത് അർഹിക്കുന്നു. അവനെ നശിപ്പിക്കേണ്ടതിന് നീയും കൂടെ ചെല്ല്, നിന്റെ ഭാഗം ചെയ്യ്. ഭോഷ്ക് വിശ്വസിച്ച് വ്യാജത്തിന് ചെവി കൊടുക്കുവാൻ ചിലർ തയ്യാറാ. അവരെ ശിക്ഷിച്ചേ മതിയാകൂ. അതുകൊണ്ട് വ്യാജത്തിൻ്റെ ആത്മാവേ, നീ പോയി ആ വ്യാജം മുഴുവൻ ഇവനെ കൊണ്ട് വിശ്വസിപ്പിച്ചേക്ക്. ദൈവമേ, എത്രയോ പേരോട് എന്ത് കാര്യം പറഞ്ഞാലും വിശ്വസിക്കാതെ തിരിച്ചു വരുന്ന രംഗങ്ങൾ എത്രയോ എൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവം ഒരിക്കൽ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചാൽ തിരിച്ചു വരത്തില്ല. ഇതെല്ലാം പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡ്സാണ്. അവൻ പണിയുന്ന കോട്ടകളാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തെ കോട്ടകളെ ഇടിക്കുവാൻ, പ്രൈസ് ദ ലോർഡ്, ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഒരായുധത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പ്രാർത്ഥന എന്ന ആയുധം,
സംസാരമെന്ന ആയുധം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ദൈവവചനം പറയുവാൻ വാ തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ എൻ്റെ മേൽ കൃപ പകരേണ്ടതിന് എനിക്കായി പ്രാർത്ഥിച്ച്. ഇത് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞെങ്കിൽ മാത്രമേ ചില ഹൃദയങ്ങളിൽ നിന്ന് ഇത് ഇടിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഇതൊന്ന് ഇടിഞ്ഞവരായി, ദൈവത്തിൻ്റെ സങ്കേത നഗരങ്ങളിൽ കയറിയവരായി തുടരുവാൻ സ്വർഗം നമുക്ക് കൃപ തരട്ടെ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുമോ? ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും തരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ബലമുള്ള കരം ഞങ്ങളുടെ മേൽ കാണണമേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാ കോട്ടകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇടിഞ്ഞവരായി ദൈവത്തിന് ഫലം കായ്ക്കുവാൻ പ്രയോജനപ്പെടുന്നവരായി കർത്താവ് ഞങ്ങളെ മാറ്റണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചേച്ച് അങ്ങിരുന്നോട്ടെ. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടുത്തെ ആരാധന 8:30 ആരംഭിച്ച് 8:45 മെസ്സേജ് സ്റ്റാർട്ട് ചെയ്ത്, ഇന്ന് ഞാൻ 10 മിനിറ്റ് ലേറ്റായി. ഏറെക്കുറെ ഈ സമയത്തിന് മേ ബി 5 മിനിറ്റ് നേരത്തെ നിർത്തത്തക്കതുപോലെ 1 hour സോളിഡ് 1 hour ഫ്യൂ മിനിറ്റ്സ് നമുക്ക് മെസ്സേജിന് കിട്ടും, ആരാധനയ്ക്ക് സമയം കിട്ടും. അങ്ങനെ 8:30 തുടങ്ങുവാനായി താല്പര്യപ്പെടുന്നു. ദയവായി ഈ സർവീസിന് വരുന്നവർ 8:30 വരുവാൻ ശ്രമിക്കണേ. ഇറ്റ്സ് ഓൺലി എക്സ്പെരിമെൻ്റൽ. കാര്യം ഞാൻ ചർച്ച് കമ്മിറ്റിയുടെ ഒന്നും പെർമിഷൻ എടുത്തില്ല. അവരോട് പെർമിഷൻ ചോദിക്കണമെങ്കിൽ റിസൾട്ട് പറഞ്ഞു വേണ്ട ചോദിക്കാൻ. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഇത് വിജയിക്കുന്നുവെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്തത്. ദയവായി സഹകരിച്ചാലും കർത്താവ് നമ്മെ